34 സങ്കീർത്തനത്തിൻ്റെ ഒരു വാക്യം ഭാഗമെടുത്ത് 34 സങ്കീർത്തനത്തിൽ നിന്ന് നാം ഒരുമിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. 34 സങ്കീർത്തനം അതിൻ്റെ 7-8 വാക്യങ്ങൾ, അതിന് പ്രത്യേകമായിട്ട് 8-9 വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. आज पढ़ा हुआ भजन 34 का 8वां और 9वां आयत में पढ़ने जा रहा है. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. परकर देखो कि यहोवा कैसा भला है, क्या ही धन्य है वह पुरुष जो उसकी शरण लेता है. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ, അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. हे यहोवा के पवित्र लोगों, उसका भय मानो, क्योंकि उसके डरवैयों को किसी बात की ഒരു വാക്യം नहीं വായിക്കാണ്. 10ാമത്തെ വാക്യം. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. 10वां आयत. जवान सिंहों को तो खटी होती है और भूखे भी रह जाते हैं, परंतु यहोवा को खोजियों को किसी भली वस्तु की कटी ना होवे. 10ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. 10वां आयत इस प्रकार कहता है, जवान सिंहों को तो घटी होती है और वे भूखे भी रह जाते हैं, परंतु यहोवा को खोजियों को किसी भली वस्तु की घटी ना होवेगी. നാം ദൈവത്തെ അന്വേഷിച്ചാണ് ഇന്ന് പകൽക്കാലം നാം ഈ സഭയിലേക്ക് വന്നിരിക്കുന്നത്. हम परमेश्वर को ढूंढते हुए इस कलीसिया में आज आए हैं. നാം ലോകപ്രകാരം ലോകക്കാരായി ജീവിച്ച സന്ദർഭത്തിൽ നിന്നും ദൈവത്തെ അന്വേഷിച്ചത് കൊണ്ടാണ് നാം ദൈവസഭയിലേക്ക് ദൈവസഭയുടെ ഭാഗമാകുവാൻ കൃപയാൽ ഇടയായി തീർന്നത്. जब हम दुनियादारी जिंदगी जी रहे थे, दुनिया में हालेलुया जी रहे थे, तब परमेश्वर को ढूंढते हुए खोजते हुए इस कलीसिया में आ पाए. വത്സല്യ സഹോദരങ്ങളെ, ആമേൻ സ്തോത്രം. നമ്മെ ദൈവകൃപയിലേക്ക് വിളിച്ചിറക്കിയ ദൈവം നമുക്ക് ആവശ്യമായത് എല്ലാം നൽകുവാൻ തക്കവണ്ണം മതിയായ ദൈവമാണ്. मेरे प्रियो, हमें बुलाने वाला परमेश्वर हमारा जरूरतों को पूरा करने के लिए काबिल है. ഈ ദിവസങ്ങളിൽ സഭ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടേ ഇരിക്കുകയാണല്ലോ. इन दिनों में हमारा कलीसिया मिलकर उपवास और प्रार्थना में बैठे हैं. ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കുന്ന ദൈവസഭയെ ദൈവം നിശ്ചയമായി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. उपवास और प्रार्थना करने वाले कलीसिया को परमेश्वर जरूर आशीष करेगा. നമ്മുടെ ഉപവാസ വിഷയങ്ങൾക്ക് നമുക്ക് ഒത്തിരി വിഷയങ്ങൾ ഒത്തിരി മാനങ്ങളുമുണ്ട്. कई बातों को रखकर हम प्रार्थना उपवास कर रहा है. പലപ്പോഴും നമ്മുടെ ഭൗതിക വിഷയങ്ങൾ അതിനകത്ത് കയറി വരാറുണ്ട്. कई बार हमारा आर्थिक विषय के बारे में भी हम प्रार्थना करते हैं. ആത്മീയ വിഷയം സംബന്ധിച്ച് നാം ഉപവസിക്കാറുണ്ട്. आत्मिक विषय के लिए भी हम उपवास करते हैं. നമ്മുടെ 10ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. 10वां आयत इस प्रकार कहता है, जवान सिंहों को तो घटी होती है, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാകത്തില്ല എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. परंतु यहोवा की खोजियों को किसी भली वस्तु की कटी ना होवेगी, वचन कहता है. ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന എന്റെ വാത്സല്യ സഹോദരങ്ങളെ, ഒരു നന്മയ്ക്കും കുറവില്ലാതെ വണ്ണം ദൈവം നിങ്ങളെ ആദരിക്കും, അനുഗ്രഹിച്ചു വാനിക്കുക തന്നെ ചെയ്യും. परमेश्वर की स्तुति और आराधना करने वाले मेरे प्रियो, आपको परमेश्वर आपका सारे जरूरतों को पूरा करेगा. കേവലം ഒരു ഭൗതിക നന്മ കൊണ്ട് തീരത്തില്ല നിന്റെ നന്മ. അതിനപ്പുറമായി ആഴത്തിൽ ദൈവത്തിന്റെ നന്മ നീ പ്രാപിക്കത്തക്കവണ്ണം സ്വർഗ്ഗം നിന്നെ വിളിച്ചു വേദനിച്ചിരിക്കുന്നത്. खाली आर्थिक फला या आर्थिक आशीष पाना नहीं, बल्कि उससे बढ़कर कुछ आशीषों को पाने के लिए परमेश्वर ने आपको बुलाया है. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ ദൈവം മിസ്രൈം അടിമത്തത്തിൽ നിന്നും തന്റെ ജനത്തെ അവൻ വിടുവിച്ചു കൊണ്ടുവന്നത്, स्वर्गीय परमेश्वर ने अपना लोगों को मिस्रैम की गुलामी से इसलिए बुलाकर लेके आया. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കനാൻ എന്ന് പറഞ്ഞിരിക്കുന്ന പാലും തേനും ഒഴുകുന്ന ദേശത്ത് കൊണ്ടുപോകാൻ വേണ്ടിയാകുന്നു. उस कनान देश की ओर लेके जाने के लिए था. കനാൻ എന്ന് പറഞ്ഞ പാലും തേനും ഒഴുകുന്ന ദേശത്ത് എത്തുന്നതിന് മുൻപ് ഈ ജനം ഇങ്ങനെ ഒന്ന് പറയാനിടയായി തീർന്നു. उस कनान जो वादा किया हुआ देश, वहां पर दूध और मधु जो बहती है, वहां पहुंचने से पहले लोग इस प्रकार कहा. സംഖ്യാപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അത് കാണുന്നുണ്ട്, നീ ഞങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് കൊണ്ടുപോകുന്നു പറഞ്ഞ് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ അവൻ മോശയോട് കലഹിക്കുന്ന ഒരു കൂട്ടം ജനത്തെ കാണുവാൻ സാധ്യമാണ്. गिनती के पुस्तक में ये देखने को मिलते हैं, तुमने हमें वहां जाने के लिए बुलाया लेकिन वहां तक अभी तक पहुंचा नहीं है करके मूसा से लड़ने वाले लोगों को देखने को मिलता है. ദൈവം വഴി നടത്തുന്ന പ്രിയപ്പെട്ടവർ ദൈവത്തോട് ഒരിക്കലും കലഹിക്കരുത്. परमेश्वर से चलाए जाने लोग कभी भी परमेश्वर से लड़ना नहीं चाहिए. നിങ്ങൾ ദൈവത്തോട് പിറുപിറുക്കരുത്. आप परमेश्वर से लड़ना नहीं चाहिए. ദൈവം വഴി നടത്തുന്നവരോട് കാബിൽ സ്തോത്രം മത്സരിക്കുവാനിടയാകരുത്. आपको चलाने वाले लोगों से आप कभी भी लड़ना नहीं चाहिए. ദൈവം നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് ദൈവം നിവർത്തിക്കുവാൻ തക്കവണ്ണം മതിയായവനാണ്. परमेश्वर जो आपको वादा दिया है वो पूरा करने के लिए वो काबिल है. ഞങ്ങൾ കേവലം മനുഷ്യരാണെങ്കിലും വാഗ്ദത്തം ചെയ്ത ദൈവം ഹല്ലേലൂയ അവൻ മനുഷ്യനല്ല വാക്കുമാറ്റുവാൻ. हम खाली इंसान है, लेकिन वादा देने वाला परमेश्वर इंसान नहीं है ताकि उनका बात बदल जाए. അവിടുന്ന് അത് നിർവഹിക്കത്തക്കവണ്ണം മതിയായ ദൈവമാണ്.
वादा को पूरा करने के लिए वो पर्याप्त है। ഉപവാസത്തോടെ പ്രാർത്ഥനയോടായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, उपवास और प्रार्थना के साथ बैठने वाले मेरे प्रियो, നിങ്ങളുടെ ഭൗതിക വിഷയങ്ങൾക്കകത്ത് ദൈവം നിങ്ങൾക്ക് വിടുതൽ നൽകും. आपके आर्थिक समस्याओं के बीच में परमेश्वर आपको छुटकारा देगा। അവൻ അതിനുപരിയായി നിങ്ങളെ ആത്മീയമായി ദൈവം അനുഗ്രഹിക്കും. उससे बढ़कर आत्मिक तौर पर परमेश्वर आपको आशीष करेगा। നാം വായിച്ച സങ്കീർത്തനത്തിന്റെ 9ാമത്തെ വാക്യം ഒന്നുകൂടെ കടന്നു വന്നാട്ടെ. हमने पढ़ा हुआ भजन के 9वां आयत एक बार और पढ़ेंगे। ഒരാൾക്ക് വായിക്കാം. യഹോവയുടെ വിശുദ്ധന്മാരെ, യഹോവയുടെ വിശുദ്ധന്മാരെ, അവനെ ഭയപ്പെടുവിൻ, അവനെ ഭയപ്പെടുവീൻ. അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. നോക്കണം, അവൻ ഹല്ലേലൂയ 9ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം പറയുന്നു, അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. 9वां आयत की आखिरी भाग इस प्रकार कहते हैं, क्योंकि उसके डरवयों को किसी बात की घटी नहीं होती। പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ ദൈവസഭയോട് പറയട്ടെ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഒന്നിനും മുട്ടില്ലാത്ത ഒരു സഭയായി ഇത് മാറുവാൻ തക്കവണ്ണമാ ദൈവം ആഗ്രഹിക്കുന്നത്. आज मैं कलीसिया से एक बात बताना चाहूंगा, कोई परमेश्वर ये चाहते हैं कि हमारा कलीसिया ऐसा कलीसिया बने ताकि कोई खट्टी नहीं होती है। ഹല്ലേലൂയ. ആദിമ സഭയിൽ അവൻ ഒന്നിനും മുട്ടില്ലാത്ത ഒരാഴമേറിയ ആത്മീയ അനുഭവം അവിടെ ഉണ്ടായിരുന്നു. शुरुआत के कलीसिया में कलीसिया ऐसा था कि उसकी कोई भली वस्तु की बात की घटी नहीं होती थी। പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലന്മാരെ കുറിച്ച് പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 32, 33, 34 വാക്യങ്ങൾ ദയവായി വായിച്ചാട്ടെ. प्रेरितों के पुस्तक 4वां अध्याय उसका 32 से लेकर 3 आयतें पढ़ेंगे। വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. നോക്കണം, വിശ്വസിച്ചവരുടെ കൂട്ടം, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരുടെ കൂട്ടം, ആ കൂട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഏക മനസ്സും ഏക ഹൃദയവുമുള്ളവരായിരുന്നു. देखिए, यीशु मसीह पर विश्वास करने वाले लोग और विश्वासियों के बारे में यहाँ कहते हैं, मंडली एक चित्त और एक मन के थे। ദൈവത്തിൽ വിശ്വസിക്കുന്ന വാത്സല്യ സഹോദര സഹോദരി, എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്കിടയിൽ ഭിന്നത ഉണ്ടാകരുത്. നാം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരിക്കണം. यीशु मसीह पर विश्वास करने वाले मेरे प्रियो, हमारा बीच में ऐसा होना चाहिए, हमारा मन और चित्त एक होना चाहिए। ഏക മനസ്സും ഏക ഹൃദയമുള്ളവരാകുന്നെങ്കിൽ അടുത്ത വാക്യം പറയുന്നത് ദൈവം അവരെ അനുഗ്രഹിച്ചു എന്നാ പറയുന്നത്. വായിച്ചു നോക്കിക്കേ. अगर एक चित्त और एक मन है तो आगे कहते हैं परमेश्वर उन लोगों को आशीष किया। തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല, സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോട് കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ നോക്കണം, യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു വന്നു. देखिए, प्रेरित लोग प्रभु यीशु मसीह के पुनरुत्थान का गवाही देते रहे। ഇവിടെ 3 കാര്യങ്ങളാണ് സഭയെ കുറിച്ച് ക്വാളിറ്റി ആയിട്ട് പറയുന്നത്. कलीसिया के बारे में 3 गुण बता रहा है। ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവർ ഏക ഹൃദയമുള്ളവരായിരുന്നു. पहला क्वालिटी यह है कि वो लोग एक चित्त और एक मन के थे। രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് അവർ ഏക മനസ്സുള്ളവരായിരുന്നു. दूसरा है वो एक मन के थे। മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ, അവൻ മരിച്ച ദൈവമല്ല, മരിച്ചിന്നും ഉയർത്തെഴുന്നേറ്റ ദൈവമെന്ന് അനേകരോട് സാക്ഷ്യം പറഞ്ഞ ഒരു കൂട്ടരായിരുന്നു. तीसरा खासियत यह है यीशु मसीह के बारे में वो मरा हुआ नहीं बल्कि जिंदा है करके दूसरों को गवाही देने वाले थे। ഈ ഒരു തലത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുമോ? हम भी उसी प्रकार क्या बन सकते हैं? ഈ ഒരു തലത്തിലേക്ക് ഈ സഭ എത്തപ്പെടുമോ? क्या उस प्रकार इस कलीसिया बन सकता है क्या? ദൈവം വഴി നടത്തുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സാക്ഷിയായി നിൽക്കുവാൻ നമ്മുടെ ജീവിതത്തിലിടയാകുന്നെങ്കിൽ സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ കൈവിടത്തില്ല. परमेश्वर से चलाए हुए लोग अगर परमेश्वर की गवाह बन जाता है तो कभी आपको छोड़ेगा नहीं। അടുത്ത വാക്യം വായിച്ചാട്ടെ. आगे पढ़िएगा। എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചു. നോക്കണം, और उन सब बड़ा अनुग्रह था എന്ന് വെച്ചാൽ സഭയ്ക്കകത്തുള്ള ചെറിയവർ തൊട്ട് വലിയവർ വരെ എല്ലാവരിലേക്കും കൃപ ലഭിക്കുവാൻ ഇതുമൂലം ഇടയായി. इसका मतलब ये है कलीसिया के छोटे से लेकर बड़े तक सबका ऊपर बड़ा अनुग्रह आया। അടുത്ത വാക്യം വായിച്ചേ. आगे पढ़िए। മുട്ടുള്ളവൻ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. മുട്ടുള്ളവർ ആരും അവരിൽ എന്ന് പറഞ്ഞാൽ കൃപയ്ക്ക് മുട്ടുള്ളവരാരും, ഞാൻ ഭൗതിക വിഷയത്തെ കുറിച്ചല്ല പറയുന്നത്, ആദിമ സഭയ്ക്കകത്ത് കൃപയിൽ മുട്ടുള്ളവരാരും അതിനകത്ത് ഉണ്ടായിരുന്നില്ല എന്ന തിരുവചനം പറയുന്നത്. और कहते हैं 34वां आयत, और उनमें कोई भी दरिद्र ना था, यानी कि कोई आर्थिक समस्या के बारे में नहीं, आशीष के बारे में नहीं बोल रहा, आत्मिक तौर पर कोई भी दरिद्र नहीं था। എന്റെ വാത്സല്യ സഹോദരങ്ങൾ, ഈ സഭയ്ക്കകത്ത് ആമേൻ സ്തോത്രം, ദൈവ കൃപയ്ക്കകത്ത് മുട്ടുള്ളവരാരും ഉണ്ടാകുവാൻ ഒരിക്കലും ഇടയാകരുത്. मेरे प्रियो, इस कलीसिया के अंदर आत्मिक रीति पर अनुग्रह के
अनुग्रह के हिसाब से कोई भी दरिद्र नहीं होना चाहिए। ഈ സന്ദേശം ശ്രവിക്കുന്ന വാത്സല്യ സഹോദര വാത്സല്യ സഹോദരി, നിന്നെ ദൈവം വിളിച്ചു പുറത്തു കൊണ്ടുവന്നെങ്കിൽ നീ കൃപയിൽ മുട്ടുള്ളവനായി തീരുവാനല്ല ദൈവം വിളിച്ചു കൊണ്ടുവന്നത്. मेरे आवाज सुनने वाले मेरे प्रियो, अगर परमेश्वर आपको बुला के बाहर लाया तो अब अनुग्रह में कोई कमी आपको नहीं होना चाहिए। അവൻ ഉള്ളതെല്ലാം നമുക്കുള്ളതാ. जो उसका है वो सब हमारे लिए है। ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ അവൻ രണ്ട് പുത്രന്മാരെ കുറിച്ചും ഒരു പിതാവിനെ കുറിച്ചും പറയുന്നുണ്ട്. लूका रजिस्टर समाचार 16वां अध्याय में एक पिता और दो बेटे के बारे में कहते हैं। അതിൽ മൂത്തപുത്രനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. उसमें बड़ा बेटे के बारे में इस प्रकार कहते हैं। മൂത്തപുത്രനോട് പിതാവ് പറയുകയാണ്, उससे अपना पिता कहता है, എനിക്കുള്ളതെല്ലാം നിനക്കല്ലയോ എന്നാ ചോദിക്കുന്നത്. उससे कहते हैं कि मेरा सब कुछ जो तुम्हारे लिए है। പിതാവിനോട് കൂടെ ഇരിക്കുന്ന മൂത്തപുത്ര, അവൻ പിതാവിനുള്ളതെല്ലാം നിനക്കുള്ളതാ. पिता के साथ बैठने वाले बड़े बेटे के लिए ही पिता का सारे अनुग्रह होते हैं। ഞാനും നിങ്ങൾ സ്വർഗീയനായ പിതാവിനോട് കൂടെ ഇരിക്കുവാൻ വേണ്ടിയാ സ്വർഗ്ഗം നമ്മളെ വിളിച്ചു വന്നിരിച്ചത്. परमेश्वर हमें इसलिए बुलाया है कि हम पिता परमेश्वर के साथ साथ रहें। നിങ്ങളും ഞാനും ദൈവത്തിന് ഉള്ളവരായിക്കൊണ്ട് നമ്മൾ ദൈവത്തോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് ഒരു കാര്യം ഉറപ്പാ, പിതാവിന് എന്തുണ്ടോ അത് നമുക്കുമുണ്ട്. हम परमेश्वर का है, हम परमेश्वर के संग रहते हैं। इसका मतलब यह है परमेश्वर के पास जो कुछ है वो हमारे लिए है। ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വേദഭാഗം ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയേ. സ്തോത്രം, ഹല്ലേലൂയ. നോക്ക് മകനെ, നീ എപ്പോഴും മോനെ അതിന്റെ റെഫറൻസ് പറ. 15:31 लूका 15:31 लूका 15:31 എല്ലാവരും വിശ്വസിക്കട്ടെ. അതിന് അവൻ, നീ എപ്പോഴും എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. उसने उससे कहा, पुत्र तू सर्वदा मेरे साथ है। അടുത്ത്, എനിക്കുള്ളതെല്ലാം നിന്റേതാകുന്ന പറഞ്ഞത്. और जो कुछ मेरा है वह सब तेरा ही है कहते हैं। ഞാനും നിങ്ങളും എപ്പോഴും ദൈവത്തോട് കൂടെ ഇരിക്കുന്നവരാണോ? क्या हम हमेशा परमेश्वर के संग संग रहने वाला है क्या? മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും ദൈവത്തോട് കൂടെ ഇരിക്കുന്നവരെ ഇന്ന് പകൽക്കാലം നീ ഒന്ന് ക്ലെയിം ചെയ്താട്ട്. शरीर और मन और आत्मा में परमेश्वर के हमेशा परमेश्वर के साथ बैठने वाले लोगों, आप परमेश्वर से पूछिए। ഇവിടെ പിതാവ് പറയാ, മോനെ എനിക്കുള്ളതെല്ലാം നിന്റേതാണെന്നാ പറഞ്ഞത്. यहाँ पर पिता कहते हैं, हे बेटा मेरा जो कुछ है वह तेरा ही है। ഇതിനകത്തിരിക്കുന്ന വാത്സല്യ സഹോദര വാത്സല്യ സഹോദര, ഈ സന്ദേശം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്വർഗീയ പിതാവിന് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിന്റേതാണ്. यहाँ पर बैठने वाले मेरे प्रियो और मेरा आवाज सुनने वाले मेरे प्रियो, परमेश्वर को जो कुछ है वो सब तेरा है। അവിടുന്ന് അത് നിനക്ക് തന്നിരിക്കുകയാ. वो आपके लिए दिया गया है। ഈ ദിവസങ്ങളിൽ ഉപവസിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രിയപ്പെട്ടവരെ, इन दिनों में उपवास और प्रार्थना करने वाले मेरे प्रियो, ആദിമ സഭയ്ക്കകത്ത് കൃപയിൽ മുട്ടുള്ളവരില്ലായിരുന്നെങ്കിൽ, आदिम कलीसिया में अगर किसी को अनुग्रह की कमी नहीं हो तो, ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന സഭയെ ദൈവ കൃപയ്ക്കകത്ത് ശുശ്രൂഷയിൽ മുട്ടുള്ളവർ ഇതിനകത്ത് ഉണ്ടാകാതെ വേണം അവൻ നിന്നെ കരുതുവാൻ മതിയായ ദൈവമാണ്. उपवास और प्रार्थना करने वाले मेरे प्रियो, कलीसिया के अंदर अनुग्रह की कोई कटी परमेश्वर होने नहीं देगी। ഹല്ലേലൂയ. പ്രാപിക്കത്തക്ക വണ്ണം ഒരു ആത്മവാഞ്ചയോട് നാം ഇരുന്നാട്ടെ. वो प्राप्त करने के लिए बड़ा चाहत के साथ बैठिएगा। അകത്തളങ്ങളിൽ ഒരു താല്പര്യം ഉണ്ടാകട്ടെ, आपके अंदर उसका चाहत होना जरूरी है। ഒരു ദാഹം ഉണ്ടാകട്ടെ. आपको एक प्यास होना जरूरी है। ബാലസിംഹങ്ങൾ ഇത് കിട്ടാതെ വിശന്നിരിക്കുമ്പോൾ, छोटे सिंह भूख के जब बैठ जाते हैं, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരത്തില്ലെന്ന് നീ പറഞ്ഞാട്ട്. यहोवा की कोचिंग को कोई कमी की कटी नहीं होगी करके बताइए। നഹൂം പ്രവാചകന്റെ പുസ്തകം 2-ാം 12-ാമത്തെ വേദഭാഗം ഇപ്പോൾ എടുക്കാം. നഹൂം പ്രവാചകന്റെ പുസ്തകം 2-ാം 12-ാമത്തെ വേദഭാഗം. नहूम भविष्यवक्ता की पुस्तक 2 अध्याय उसका 12वां आयत। അവിടെ ബാലസിംഹങ്ങളെ കുറിച്ച് പറയുകയാണ്. वहां सिंह के बारे में कहते हैं। ആമേൻ. സിംഹം തന്റെ കുട്ടികൾക്ക് മതിയാകുവോളം സിംഹം തന്റെ കുട്ടികൾക്ക് മതിയാകുവോളം കടിച്ചു കീറി വയ്ക്കുകയും കീറി വെക്കുകയും സിംഹികൾക്ക് വേണ്ടി ഞെക്കിക്കൊല്ലുകയും ഇരകൊണ്ട് തന്റെ ഗഹ്വരങ്ങളെയും കടിച്ചു കീറിയതിനെ കൊണ്ട് തന്റെ ഗുഹകളെയും നിറയ്ക്കുകയും ചെയ്തു. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളെ ഭാഗം ഒന്ന് വായിച്ചു നോക്കിക്കേ. ഒരാളുടെ വായിച്ചാട്ടെ, ഒരാളുടെ ഒന്ന് എടുത്ത് വേണേ വായിച്ചാട്ടെ. नहूम 2:12 ഹിന്ദിയിലൂടെ വായിച്ചാട്ടെ. സഹോദരി വായിച്ചാട്ടെ. ജോബി വായിച്ചാട്ടെ. सिंह तो अपने डरवयों के लिए बहुत आहर को फाड़ता था और अपने सिंहनियों के लिए आहर का गला खोट खोट कर ले जाता था और अपनी गुफाओं में और मांतों को आहोर से भर लेता था.
മുതിർന്ന സിംഹം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഇരയെ അവൻ ഗുഹകളിൽ അവൻ സ്തോത്രം തേടി പിടിച്ചു കൊണ്ടുവന്ന് വെക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. सिंह हमेशा अपने बच्चों के लिए और जवान सिंहों के लिए खाना लाकर अपना गुफाओं में रख देते हैं. അവൻ അങ്ങനെയാണ് സിംഹം തന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത്. इसी प्रकार सिंह अपना जवान सिंहों का संभालता है. അങ്ങനെയാണ് കുഞ്ഞുങ്ങളെ തന്റെ സിംഹം പരിപാലിക്കുന്നത്. उसी प्रकार सिंह अपना बच्चों को संभालते हैं. അങ്ങനെ പരിപാലിക്കുന്ന ബാലസിംഹങ്ങൾക്ക് പോലും ഇത് കിട്ടാതിരിക്കുന്ന ചില സന്ദർഭങ്ങൾ വരും. उसी प्रकार संभालने वाले जवान सिंह कभी कभार भूखे रह जाते हैं. നാം വായിച്ച 34 സങ്കീർത്തനത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശ്രമിച്ചിരിക്കുമെന്നാണ് പറഞ്ഞത്. हमने पढ़ा हुआ 34 भजन संगीता में इस प्रकार कहते हैं, छोटे जवान सिंह भूखे रह जाते हैं. അവൻ കാട്ടിലെ ഏറ്റവും ശക്തനായ മൃഗമായ പ്രൈസ് ദി ലോർഡ് ബാലസിംഹത്തിന് പോലും തന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കഴിയാത്ത ഒരു സന്ദർഭം ഉണ്ടായാലും जंगल के जो ताकत वाले जानवर है सिंह अपने बच्चे को कभी कभार खिला नहीं पाते हैं. അവൻ മനുഷ്യന്റെ കരങ്ങൾ ബലഹീനമായി പോകുന്ന ഒരു സന്ദർഭം ഉണ്ടായാലും इंसान के हाथ जब कमजोर होने वाला इस अवस्थे शायद आ सकते हैं. നാം സിംഹത്തിന്റെയോ മനുഷ്യരുടെയോ മക്കളല്ല, അതിനുപരിയായി സ്വർഗീയ പിതാവിന്റെ ആത്മീയ മക്കളാകൊണ്ട് हम यानी कि सिंह का यानी कि इंसान के बच्चे नहीं है बल्कि हम परमेश्वर के बच्चे होने के वजह से അവന്റെ കരം ഇതുവരെ ബലഹീനമായി പോകാത്ത കരമുള്ള ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് उसके हाथ अभी तक कमजोर नहीं हुआ है. അവൻ സർവശക്തിയുള്ള ദൈവമാകൊണ്ട് उसने सर्वशक्तिमान परमेश्वर होने के बाद തിരുവചനം വിളിച്ചു പറയുന്നു, അവനെ അനുഷ്ഠിക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് കുറവുണ്ടാകത്തില്ല എന്ന് पवित्र പറഞ്ഞിരിക്കുന്നത്. कलाम इस प्रकार कहते हैं, उसके दरवाजों को उसको खोजियों को कोई भली वस्तु की कमी नहीं होती. അവൻ ഭൗമികമായ നന്മ മാത്രമല്ല, आर्थिक भलाई बल्कि नहीं, ആത്മീയ നന്മയാൽ സ്വർഗ്ഗം നമ്മളെ നിറയ്ക്കുവാൻ മതിയായതാണ്. उसके ऊपर आत्मिक भलाई से परमेश्वर में भर देगा. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലൂടെ നാം അങ്ങനെയാണ് വായിച്ചത്, അവൻ വിശ്വസിച്ചവരുടെ മേൽ ധാരാളം കൃപ ലഭിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. प्रेरितों की पुस्तक में इस प्रकार पढ़ा था, जो जिसने विश्वास किया उसका ऊपर बहुत सारे से अनुग्रह आया. അടുത്ത വാക്യം പറയാണ്, മുട്ടുള്ളവരാരും അവരിൽ ഉണ്ടായിരുന്നില്ലെന്ന് തിരുവചനം പറയുന്നത്. और आगे कहते हैं उनके बीच में कोई कमी कटी किसी को नहीं था. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ഇങ്ങനെ ഓർക്കാനിടയായി തീർന്നുവല്ലോ. ലൂക്കോസ് 4:14 ഇങ്ങനെ നമ്മൾ വായിച്ചു. पिछले दिनों में हमने सुना था लूका 4:14 में ആത്മാവിന്റെ ശക്തിയോടുകൂടെ യോർദാൻ അക്കരെ കടന്നുപോയതായി യേശുവിനെ കുറിച്ച് ലൂക്കോസ് 4:2 പറഞ്ഞിട്ട് 4:14 പറയുകയാണ്, അവർ ആത്മാവിന്റെ ശക്തിയോടെ മടങ്ങി വന്നെന്നാ പറഞ്ഞിരിക്കുന്നത്. लूका 4:14 में कहते हैं प्रभु यीशु मसीह ने सामर्थ्य के साथ वापस आया. ആത്മാവിന്റെ ശക്തിയോടെ മടങ്ങി വന്നവന്റെ സ്തുതി അവൻ ദേശം മുഴുവൻ പരക്കുവാനിടയായി തീർന്നു. सामर्थ्य के साथ लौट कर आने वाले का वो खबर पूरे दुनिया में पूरे शहर में फैल गया. പരിശുദ്ധാത്മ നിയോഗമുള്ള നിന്നെ കുറിച്ചുള്ള സ്തുതി അവൻ ലോകം മുഴുവൻ പരക്കത്തക്കവണ്ണമിടയായി തീരും. पवित्र आत्मा से भरा हुआ आपके बारे में खबर पूरा दुनिया में भर जाएंगे. പരിശുദ്ധാത്മാവെന്ന നന്മയ്ക്കപ്പുറമായ ഒരു നന്മയില്ലെന്ന് തിരുവചനം പറയുന്നത്. पवित्र आत्मा से बढ़कर कोई भलाई नहीं है करके वचन कहते ഞാൻ हैं. നിങ്ങളോട് പറയാൻ പോകുന്നത് വായിക്കാമല്ലോ. മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ തിരുവചനം കടന്നു വന്ന 7-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. मत्ती रचित सुसमाचार 7वां अध्याय उसके 11वां आयत. നമ്മളിപ്പോൾ അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ, നോക്കണം, നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. നന്മ എത്രയധികം കൊടുക്കുമെന്ന് जब പറഞ്ഞു. तुम बुरे होकर अपने बच्चों को अच्छी वस्तुएं देना जानते हो तो तुम्हारा स्वर्गीय पिता अपने मांगने वालों को अच्छी वस्तुएं क्यों ना देगा. നാം വായിച്ചതായ കുറിവാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവുണ്ടാകത്തില്ലെന്ന് പറഞ്ഞത്. हमने पढ़ा हुआ वचन इस प्रकार था, जवान सिंह भूखे रह जाएंगे लेकिन यहोवा की कोचिंग को कोई कमी नहीं होती है. അവൻ അത് ന്യായപ്രമാണ കാലഘട്ടത്തിൽ അവൻ എഴുതപ്പെട്ടതായ ഒരു പുസ്തകമാകുന്നു സങ്കീർത്തന പുസ്തകം. पुराना नियम में लिखा हुआ एक पुस्तक है भजन संहिता. അത് ന്യായപ്രമാണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ പുസ്തകം. वो सिर्फ पुराना नियम में समाप्त नहीं होते हैं. ന്യായപ്രമാണത്തെ നിവർത്തിക്കാൻ വന്ന യേശുവിന്റെ കാലഘട്ടത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഈ പുതിയ കാലഘട്ടത്തിലും ഈ പുതിയ സഭയ്ക്കും ഇത് ആപ്ലിക്കബിൾ ആണ്. पुराना नियम को पूरा करने के लिए आया हुआ यीशु मसीह के आज के जमाने में भी ये वचन काबिल है. അവൻ തിരുവചനം കർത്താവായ യേശു ക്രിസ്തു പറയാണ്, താമേ സ്തോത്രം ഇവിടെ പറഞ്ഞു, അങ്ങനെ ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികം നന്മ കൊടുക്കും. यीशु मसीह इस प्रकार कहते हैं, सो जब तुम बुरे होकर अपने बच्चों को अच्छी वस्तुएं देना जानते हैं तो तुम्हारे स्वर्गीय पिता अपने मांगने वालों को अच्छी वस्तुएं क्यों ना देगा. അവൻ നന്മയാൽ തന്റെ ജനത്തെ നിറയ്ക്കുന്ന ദൈവമാണ്. उसने आशीषों से अपना लोगों
लोगों को भरने वाला परमेश्वर है। എന്താ ഈ നന്മ? ये भलाई क्या होते हैं? കേവലം ഒരു ജോലി കിട്ടുന്നതാണോ നന്മ? क्या नौकरी मिलना भलाई होते हैं? ചില സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ മാറി കടം മാറുന്നതാണോ നന്മ? क्या हमारा आर्थिक समस्याएं हटना और कर्ज खत्म होना ये भलाई होता है? ഒരു വീട് വെക്കുന്നതോ അമ്മ വണ്ടി വാങ്ങിക്കുന്നതോ പിള്ളേരെ കെട്ടിക്കുന്നതോ അല്ല നന്മ. या घर बनाना या गाड़ी लेना, अपने बच्चों का शादी कराना ये भलाई नहीं होते हैं। നന്മ എന്ന് പറയുന്നത് ഒരിക്കലും നശിക്കാത്തതാ. भलाई ये होते हैं कभी खत्म नहीं होते हैं। ഭൗമികമായ ചില അനുഗ്രഹങ്ങൾ പറയുന്നത് നശിച്ചു പോകുന്നതാ. आर्थिक भलाइयां कभी समाप्त हो जाते हैं। ദൈവത്തിന്റെ മക്കളെ നിങ്ങൾ ഭൗമികമായ ചില അനുഗ്രഹങ്ങൾക്കകത്ത് ഒതുങ്ങി ഇതാണ് നന്മ എന്ന് പറഞ്ഞ് നിങ്ങൾ സന്തോഷിക്കരുത്. मेरे प्रियो, अपना आर्थिक भलाई को देखकर ये भलाई ये करके हालेलुया आप खुश मत हो जाइए। നിങ്ങളുടെ കുറെ വർഷങ്ങൾക്ക് പുറകിലേക്ക് എടുത്തു നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ സ്റ്റാറ്റസ് ഇപ്പോൾ മാറിയിട്ടുണ്ട്. कुछ साल पुराने अब मोड़ के देखेगा तो हमारा जिंदगी का स्टेटस बदल तो गया है। നിങ്ങൾക്ക് ജോലിയിലുണ്ട്, ഒരു കാലത്ത് ജോലിയിലായിരുന്നു, ജോലിയുണ്ട്. एक समय पे आपको नौकरी था, अब नौकरी है। ഒരു കാലത്ത് എങ്ങനെ ജീവിക്കുമെന്ന് അറിയാമയ്യായിരുന്നു, എന്നാൽ ഇന്ന് ജീവിക്കുവാൻ നന്മയുടെ വഴി നിങ്ങൾക്ക് തുറന്നു एक समय में തന്നിട്ടുണ്ട്. ऐसा था आपको पता नहीं था कि हमारा जिंदगी कैसे गुजरेंगे, लेकिन आज ऐसा नहीं है। ഒരു കാലത്ത് നിങ്ങളെ ആർക്കും വേണ്ടായിരുന്നു, എന്നാൽ നിങ്ങൾ ഇന്ന് വിലയുള്ളവരായി एक മാറ്റപ്പെട്ടിട്ടുണ്ട്. समय पे कोई आपको प्यार नहीं करते थे, लेकिन आज आप बड़ा कीमत वाला ഈ है। കാണുന്നതെല്ലാം ഭൗമികമായ ചില അനുഗ്രഹങ്ങൾ ये മാത്രമാകുന്നു. सब सिर्फ भौतिक आर्थिक भलाई होते हैं। ഇതല്ല, ഇതിനപ്പുറം ഒരു നന്മയ്ക്ക് വേണ്ടിയാ സ്വർഗ്ഗം നമ്മളെ വിളിച്ചു ये വേദനിച്ചിരിക്കുന്നത്. नहीं है, इससे बढ़कर एक भलाई के लिए परमेश्वर ने हमें बुलाया है। ആ നന്മയെ കുറിച്ചൊന്ന് ചിന്തിക്കുവാനും നന്മയെ കുറിച്ച് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്കിടയായി उस തീരണം. भलाई के लिए सोचने के लिए और प्रार्थना करने के लिए हमारी जिंदगी में होना चाहिए। അവൻ പഴയ നിയമത്തിലെ സങ്കീർത്തന രചയിതാവ് ഇങ്ങനെ പറയാണ്, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് കുറവ് വരത്തില്ല. पुराना नियम में भजनगार इस प्रकार कहते हैं, यहोवा की खोजी को कोई भली वस्तु की कटी कमी नहीं होगी। അവൻ കർത്താവ് യേശുക്രിസ്തു പറയാണ്, അവൻ തന്റെ സ്വർഗീയനായ പിതാവ് തന്നോട് അപേക്ഷിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കത്തില്ല എന്ന് പറയാണ്. प्रभु यीशु मसीह कहते हैं, मेरा स्वर्गीय पिता परमेश्वर अपने मांगने वालों को अच्छी वस्तुएं क्यों ना देगा। ഇവിടെ പറയാണ് നന്മ കൊടുക്കുമെന്ന് പറയാണ്. यहाँ पर कहते हैं भलाई देगा। എന്താ ഈ നന്മ? ये भलाई क्या होते हैं? അവൻ നന്മ എന്താ നമുക്കറിയാമോ? क्या ये आशीष क्या होते हैं आप जानते हो? സങ്കീർത്തനക്കാരൻ 16 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയും, യഹോവേ നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. भजनगार 16 भजन में इस प्रकार कहते हैं कि हे परमेश्वर आपको छोड़ के कोई भलाई नहीं है। അയ്യോ, സങ്കീർത്തനത്തിൽ മാത്രമല്ല വേദപുസ്തകം നമ്മോട് പഠിപ്പിക്കുന്നത് ദൈവമാണ് നന്മയെന്നാ പഠിപ്പിക്കുന്നത്. खाली इस भजन संहिता में नहीं है, पूरा पवित्र कलम हमें ये सिखाता है परमेश्वर ही भलाई है। അവൻ മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചതായ ആ വേദഭാഗത്തിൽ അവൻ 11-ാമത്തെ വാക്യമാണ് നമ്മൾ ഇപ്പോൾ വായിച്ചത്. मत्ती 7 का 11वां आयत हमने अभी पढ़ा है। എന്താ ഈ നന്മയെന്ന് ഇതിനെക്കുറിച്ച് അല്പം കൂടെ വിശദമായി ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 13-ാം വാക്യം ये രേഖപ്പെടുത്തിയിട്ടുണ്ട്. भलाई क्या है थोड़ा सा और स्पष्ट रूप में लूका रचित समाचार में पढ़ा है। ലൂക്കോസ് എടുത്തട്ടെ, ലൂക്കോസ് 11:13. ദോഷികളായ നിങ്ങൾ അങ്ങനെ ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ നല്ല ദാനങ്ങളെ ഒക്കെ ആദ്യം പറഞ്ഞു, മത്തായി സുവിശേഷത്തിൽ പറഞ്ഞ നല്ല ദാനമെന്നാ പറഞ്ഞു. ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. നന്മ എന്ന് പറഞ്ഞിട്ട് ആമേൻ സ്തോത്രം. ലൂക്കോസ് അല്പം കൂടെ വിശദീകരിച്ച് പറയുകയാണ്, അത് പരിശുദ്ധാത്മാവെന്ന് പറയുകയാണ്. वो भलाई के बारे में कहने मत्ती कहते हैं और लूका थोड़ा सा और स्पष्ट रूप से कहते हैं, ये भलाई जो है वो पवित्र आत्मा है. അപ്പോൾ ദൈവം തരുന്ന നന്മ എന്ന് പറയുന്നത് നമ്മോടുകൂടെ എപ്പോഴും വസിക്കുവാനും നമ്മെ വഴി നടത്തുവാനുമായി അവിടുന്ന് നമ്മിൽ വസിക്കുക എന്നതാണ് അതിന്റെ അർത്ഥം. परमेश्वर में देने वाला अच्छी वस्तु यानी कि भलाई ये होता है हमारे साथ साथ रहने के लिए पवित्र आत्मा को देते हैं. ഈ നന്മ നാം പ്രാപിക്കാൻ ഇടയായിത്തീരുന്നെങ്കിൽ, जब हम ये भलाई को प्राप्त करना शुरू करोगे, ജീവിതത്തിന്റെ ഏത് ക്ഷാമകാലത്തും हमारे जिंदगी की कोई कमी कटी की अवस्था में, ജീവിതത്തിന്റെ ഏത് പ്രതികൂലം നിറഞ്ഞ അനുഭവങ്ങളുടെ നടുവിലും, हमारे जिंदगी की कोई भी प्रतिकूल की अवस्था में നാം ക്ഷീണിച്ചു പോകത്തില്ല. हम कमजोर नहीं होंगे. അകത്തളങ്ങളിൽ നന്മ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. हमारे अंदर से इस भलाई बाहर आते रहेंगे. അകത്തളങ്ങളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവെന്ന നന്മ, हमारा अंदर से बहने वाला वो पवित्र आत्मा जो भलाई है, അത് നമ്മെ ശക്തീകരിക്കും. वो हमें ताकतवर मिलेगा. ആ പരിശുദ്ധാത്മാവെന്ന നന്മ നമ്മെ ഉദ്ദീപിക്കും. उससे भलाई हमारे अंदर से उत्पन्न होंगे. ആ പരിശുദ്ധാത്മാവെന്ന നന്മയിലേക്ക് നാം കടക്കാൻ തുടങ്ങുമ്പോൾ, उस भलाई जो पवित्र आत्मा में जब हम प्रवेश करेंगे, ആത്മാവിൽ നാം പോരാടാൻ തുടങ്ങും. आत्मा में हम लड़ना शुरू करेंगे. നിന്റെ നന്മയ്ക്കെതിരെ വ്യാപരിക്കുന്ന പോരാട്ടങ്ങളെ आपका भलाई के खिलाफ खड़े होने वाले ताकतों से
ആത്മാവിൽ കണ്ടു പോരാടാൻ ഇടയായി തീരണം. आत्मा में देखकर उनसे आप लड़ना शुरू करेंगे. ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കാറുണ്ടോ? क्या आप आत्मा में लड़ते हुए प्रार्थना करते हो? ഇന്ന് ഈ പകൽക്കാല സമയം ഈ സന്ദേശം ശ്രവിക്കുന്ന എന്റെ വാത്സല്യ സഹോദരങ്ങളെ, आज मेरा आवाज सुनने वाले मेरे प्रियो, ധന്യനായ പൗലോസ് ഇങ്ങനെ പറയുകയാണ്, प्रेरित पौलुस इस प्रकार कहते हैं, ഞങ്ങൾ ബുദ്ധി കൊണ്ട് പാടും, ആത്മാവ് കൊണ്ട് പാടും. हमने बुद्धि से भी गाएंगे, आत्मा में भी गाएंगे. ഞങ്ങൾ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, ആത്മാവിലും हम പ്രാർത്ഥിക്കും. बुद्धि से प्रार्थना करेंगे, आत्मा में भी प्रार्थना करेंगे. അയ്യോ, പെന്തക്കോസ്തുകാരായി ഞങ്ങൾ 66 പുസ്തകങ്ങളുടെ സത്യവേദ പുസ്തകം വിശ്വസിക്കുന്നത് കൊണ്ട് 64वां इस पवित्र कलाम जिसमें 64 पुस्तक है, वो हम विश्वास करने से യേശുവിന്റെ ആത്മാവിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനമായതുകൊണ്ട്, यीशु मसीह का आत्मा से छुड़ाने वाले लोग हैं, इसलिए ആ ആത്മാവ് ഞങ്ങളിൽ ഇപ്പോഴും ഉള്ളതുകൊണ്ട് इस आत्मा अभी भी हमारा अंदर है, इसलिए നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും. हम आत्मा में प्रार्थना करेंगे. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനം ഇതിനകത്ത് എഴുന്നേൽക്കണം. आत्मा में प्रार्थना करने वाले लोग इसमें से खड़े हो जाएंगे. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർക്ക് നന്മ മുടക്കം വരുത്തില്ല. आत्मा में प्रार्थना करने वाले लोगों के लिए कोई कमी नहीं होगी. കഥ പറയാണ്, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, मांगो तुम्हें मिला है, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, ढूंढोगे तुमको मिलेगा, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും. खटखटाओगे तुम्हारे लिए खुला जाएगा. എന്താ തുറക്കേണ്ടത് അറിയാമോ? क्या खोलना है आपको मालूम है? അവൻ ഇതുവരെ നിന്റെ മുമ്പിൽ അടഞ്ഞതായ ചില തലങ്ങളെ സ്വർഗ്ഗത്തിലെ ദൈവം തുറന്നു തരാൻ ആഗ്രഹിക്കുന്നത് अभी കൊണ്ട് तक आपके सामने बंद पड़ा हुआ थी कुछ आशीषों को आप परमेश्वर आपके लिए खोलना चाहते हैं. നീ ആത്മാവിൽ ശക്തനായി തീരുവാൻ, ആത്മാവിൽ ശക്തിയായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. आप आत्मा में शक्तिमान होने के लिए परमेश्वर चाहते हैं. നിന്റെ വാഗ്ദത്തങ്ങളെ അടച്ചു വെച്ചുകൊണ്ട് നിന്റെ നന്മയ്ക്കെതിരെ താഴിട്ട് പൂട്ടി നിന്ന് ആ പൈശാച ശക്തിയെ നീ ജയിക്കത്തക്കോണം ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. आपके वायदों को बंद करके उसको जीतने वाला उस ताकत को कदम करने के लिए परमेश्वर आपसे चाहते हैं. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, ബലവാനെ പിടിച്ചു കെട്ടിട്ടല്ലാതെ ബലവാന്റെ വീട്ടിലെ കോപ്പ് കവർന്നു കളയാൻ ആർക്ക് കഴിയുമെന്ന് ചോദിക്കുകയാണ്. पवित्र कलाम इस प्रकार कहते हैं, जो बलवान आदमी है उसको बंद करके, बिना बंद करके उसका भलाई को कौन सी सकता है? നിന്റെ നന്മയെ അടക്കി വെച്ചതായ, നിന്റെ വാഗ്ദത്തങ്ങളെ മൂടി വെച്ചതായ, നീ നന്മയിലേക്ക് പ്രവേശിക്കാതെ അതിനു മുമ്പിൽ ഹല്ലേലൂയ താമ്രവാതിലുകളും ഇരും പോടാമലും ഇട്ടായ ദുഷ്ടനെ നീ ജയിച്ചേ മതിയാകത്തുള്ളൂ. आपका भलाई को कदम करके बंद करके रखने वाला उस ताकत वाला दुष्ट आत्मा को आप जरूर जीतना चाहिए. അതിനെ ജയിക്കണമെങ്കിൽ ആത്മാവിൽ നീ ഒന്ന് പോരാടണം. उसको जीतना है तो अब आत्मा में लड़ना चाहिए. അതിനെ ജയിക്കണമെങ്കിൽ നീ ആത്മാവിൽ പ്രാർത്ഥിക്കണം. और उसका ऊपर विजय पाना है तो आत्मा में प्रार्थना करना चाहिए. അതിന് വേണമെങ്കിൽ നിനക്ക് ദൈവകൃപ കൂടിയേ उसके മതിയാകത്തുള്ളൂ. लिए आपके परमेश्वर का कृपा चाहिए. കർത്താവായ യേശുക്രിസ്തു പറയാണ്, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നീ ഒന്ന് തിരിച്ചറിയണമെന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. पवित्र कलाम इस प्रकार कहते हैं, जो विश्वास करने वालों को अंदर हालेलुया भरने वाला परमेश्वर की कृपा का ताकत आप जरूर जानना है. ആ നന്മയാണ് നിന്റെ ഉള്ളിൽ ഇരിക്കുന്നത്. उस भलाई आपके अंदर है. പരിശുദ്ധാത്മാവെന്ന നന്മ ആ ഉപദതി നിന്റെ उस ഹൃദയത്തിനകത്തിരിക്കുകയാണ്. भलाई यानी कि पवित्र आत्मा आपके अंदर पड़ा है. ആ നന്മ പ്രാപിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? क्या उस अनुग्रह पाने के लिए आप चाहते हो? അത് കേവലം ഒരു അന്യഭാഷ മാത്രമല്ല, सिर्फ अन्य भाषा में बोलना नहीं, അത് കേവലം പ്രവചനമോ ദർശനമോ മാത്രമല്ല, सिर्फ दर्शन देखना यानी कि भविष्यवाणी करना नहीं, അതിനപ്പുറമായി ദൈവത്തിന്റെ ശക്തിയോട് നിൽക്കുവാൻ നിന്നെ പര്യാപ്തമാക്കുന്നത് ഒന്നാണ്. उससे बढ़कर परमेश्वर की ताकत के साथ आपको खड़ा कर देते हैं. നീ ഒരു സാധാരണ മനുഷ്യനല്ല, आप एक आम आदमी नहीं है. നീ എക്സ്ട്രാ ഓർഡിനറി അഭിഷേകമുള്ളവനാ. आप एक्स्ट्रा ऑर्डिनरी अभिषेक पाया हुआ लोग ഈ हैं. ലോകത്ത് കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. इस दुनिया में हजारों लोग हैं, करोड़ों लोग हैं. അവർക്കാർക്കുമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് നിന്റെ മേൽ ദൈവം നൽകിയത്. उनमें से किसी को नहीं मिला हुआ उसे चुनाव आपका ऊपर है. ഈ പട്ടണത്തിൽ തന്നെ ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട്. इस शहर में लाखों लाख लोग हैं. അവർക്കാർക്കുമില്ലാത്ത ഒരു സമയവും സന്ദർഭവും ആയുസ്സിൽ ദൈവം നിനക്ക് നൽകിയത്. उसमें से किसी को नहीं मिलने वाला आशीष आपको परमेश्वर ने दिया है. അത് ചിലത് പ്രാപിച്ചെടുക്കാൻ വേണ്ടിയാ. वो कुछ प्राप्त करने के लिए है. അവൻ ഹല്ലേലൂയ നിനക്ക് ചിലത് ദൈവം തരാൻ ആഗ്രഹിക്കുകയാണ്. आपको कुछ देने के लिए परमेश्वर चाहते हैं. നിങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നവരായി തീരണം. आप परमेश्वर के सन्निधि में प्रार्थना करने वाले बने. ഒരു കൃപാവരങ്ങളിൽ കുറവില്ലാത്തതായ കൊരിന്ത്യ സഭയോട് कोई कृपा की कमी नहीं थी, ऐसा वाला कलीसिया थी, कोरिन्थ की कलीसिया. ധന്യനായ പൗലോസ് ശ്ലീഹ ആമേൻ സ്തോത്രം പറയുകയാണ്, प्रेरित पौलुस इस प्रकार उनसे कहते हैं, നിങ്ങൾ കൃപാവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വാഞ്ചിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. अब वरदानों के लिए याद प्रार्थना करना है, चाहना है कहते हैं. കൃപാവരം ഉള്ളവർ വീണ്ടും അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചാൽ, जिनका अंदर वरदान है वो और भी प्रार्थना करना है करके पूछेगा तो കൊരിന്ത്യ ലേഖനത്തിന്റെ ആദ്യ അധ്യായത്തിൽ പറയാണ്, നിങ്ങൾ ഒരു കൃപാവരങ്ങളിൽ കുറവില്ല എന്നാണ് അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. कोरिन्थ की पत्री शुरुआत का अध्याय में कहते हैं आपको कोई वरदान का कमी नहीं है. എന്നാൽ കൊരിന്ത്യ ലേഖനത്തിൽ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കൃപാവരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾ വിശ്വാസാൽ ആമേൻ സ്തോത്രം കൃപാവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, യാചിക്കണമെന്ന് പറയുകയാണ്. 13वां आयत में अध्याय में जब आता है तो कहां वहां कहते हैं आप वरदानों के लिए आप चाहना है, प्रार्थना करना है. അപ്പോൾ കൃപാവരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ച കൃപാവരങ്ങൾ നിങ്ങൾ ഇപ്പോൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. शायद आपको अभी मिला हुआ
वरदान में आप खुश होंगे? എന്നാൽ നിങ്ങൾക്ക് ഒരു സത്യം അറിയാമോ? നിങ്ങൾക്ക് കൃപാവരം തന്ന ദൈവം അതിൽ തൃപ്തനല്ല. क्या आप सच्चाई जानते हो? परमेश्वर उसमें खुश नहीं है. ദൈവത്തിന്റെ ആഗ്രഹം പിന്നെ പിന്നെ നിങ്ങളെ നിറയ്ക്കണമെന്ന്. परमेश्वर का इच्छा यह है कि फिर से आपको भरना है. ഈ മൺകൂടാരത്തിൽ അവന്റെ കൃപ ആവരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നത്. हमारे शरीर में परमेश्वर की कृपा और बहना है, परमेश्वर चाहते हैं. ദൈവത്തിന്റെ ആമി വിശ്വസ്തദാസനായി വിശ്വസ്തദാസിയായി നീ മാറാനിടയാകുമെങ്കിൽ, परमेश्वर के विश्वास योग्य दास और दासिया बनना शुरू करोगे. നീ വേദപുസ്തകം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. पवित्र कलाम इस प्रकार में सिखाते हैं. അല്ല, നീ ദൈവത്തിന്റെ വായാൽ തിരുമെന്ന തിരുവചനം പറയുന്നത്. आप परमेश्वर के दिल बन जाएंगे कहते हैं. അങ്ങനെയാണ് തിരുവചനം പ്രവചന പുസ്തകം പറഞ്ഞിരിക്കുന്നത്. നീ അധമമായി ഒഴിച്ചു നിർത്തി നീ ഉത്തമമായി പ്രസ്താവിച്ചാൽ നീ എന്റെ വായാൽ തിരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. परमेश्वर के वचन इस प्रकार कहते हैं, अब गंदे बातों को अगर छोड़ेगा तो आपको परमेश्वर अपना मुंह बना लेगा. ദൈവത്തിന്റെ വായാൽ തിരുവ എന്നതായിരിക്കണം ഓരോ ഭക്തന്റെയും സ്വപ്നം. हमारा स्वप्न, हमारा सोच ये होना चाहिए हम परमेश्वर के मुंह बन जाएं. നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വപ്നമുണ്ടോ? क्या आपके अंदर ऐसा एक स्वप्न है? ദൈവത്തിന്റെ വായായി ഞാനൊന്ന് മാറണമെന്നൊരു സ്വപ്നം നിങ്ങൾക്കുണ്ടോ? परमेश्वर के मुंह बनना है करके क्या आप चाहते हो? അവൻ നിങ്ങൾ എന്തെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? കർത്താവേ നിന്റെ വായായി എനിക്കൊന്ന് മാറണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? कभी भी आप प्रार्थना किया है मैं परमेश्वर के जुबान बनना चाहते हैं? ദൈവം തെരഞ്ഞെടുത്തവരെ ദൈവം അതിനു വേണ്ടി ഉപയോഗിക്കും. परमेश्वर जिसको चुना है उसके लिए परमेश्वर इस्तेमाल जरूर करेगा. ദൈവത്തിന്റെ വായായി തീർന്ന കേവലം ഒരു മനുഷ്യനായ മോശയെക്കുറിച്ച് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. मूसा के बारे में परमेश्वर के वचन इस प्रकार कहते हैं. മോശയോട് ദൈവം പറയാണ്, യഹോവ ഞാൻ നിന്റെ വായോട് കൂടെ ഇരിക്കുമെന്നാ പറഞ്ഞത്. मूसा से परमेश्वर कहते हैं मैं तुम्हारा मुंह के साथ रहेगा. നിങ്ങൾക്ക് പറയും ഞങ്ങൾ ഇന്ന കുറവുകളുണ്ട്, ഇന്ന വിഷയങ്ങളുണ്ട്, ദൈവം ഞാൻ കടമുണ്ട്, ഞെരുക്കമുണ്ട്, ഭാഷ അറിയത്തില്ല, ബുദ്ധിമുട്ടുകൾ ഒത്തിരി നിങ്ങൾ പറഞ്ഞേക്കാം. आप शायद बोलेंगे, आप बहुत सारे एक्सक्यूजेस बोल सकते हैं, कर्ज है, मेरे को भाषा नहीं मालूम है, बहुत सारे कमियां मेरा अंदर है बोलेगा. നിങ്ങളെ കുറിച്ച് നിങ്ങളെ പോലെ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ദൈവസ്ഥാനം എക്സ്ക്യൂസ് പറഞ്ഞവരാ മോശ. आपके जैसे मूसा भी बहुत सारे एक्सक्यूजेस बताए थे. ഹല്ലേലൂയ. ഈ എക്സ്ക്യൂസുകളെല്ലാം കേട്ടിട്ട് പറയാ, നീ തടിച്ച നാവുള്ളവനാ, ശരിയാ, ഒക്കെ എനിക്കറിയാം, എന്നാൽ ഞാൻ നിന്നെ വിളിച്ച ഞാൻ ആരാധറിയാമോ? ഞാൻ സർവശക്തിയുള്ള ദൈവമാ. ये सब सुनने के बाद मूसा से परमेश्वर कहता है मैं जानता हूं कि तेरा कमी है, लेकिन तुम्हें बुलाने वाला मैं सर्वशक्तिमान हूं. നിന്റെ കഴിവുകൊണ്ട് എന്തെങ്കിലും ചെയ്യാനല്ല ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത്. तेरा बल से कुछ करने के लिए मैं नहीं कहता. എന്റെ ശക്തി നിന്നിൽ അത് പ്രദർശിപ്പിക്കുവാൻ ഒരു ഉപകരണമായി നിന്നെ എനിക്ക് തരുമോന്നാ ചോദിക്കുന്നത്. मेरा ताकत प्रकट करने के लिए तू क्या मेरे हाथ में अपने आप को समर्पित करेगा पूछते हैं. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് നിങ്ങളോട് ചോദിക്കുന്ന ദൈവത്തിന്റെ കരകളിൽ ഉപയോഗിക്കപ്പെടുവാൻ ഒരായുധമായി നിന്നെ അവന്റെ കരകളിൽ കൊടുക്കുമെന്നാ ചോദിക്കാൻ आज के പോകുന്നത്. सुबह में परमेश्वर हमसे ये पूछते हैं उसके हाथ में इस्तेमाल होने के लिए हथियार के रूप में क्या आप अपने आप को परमेश्वर के हाथ में समर्पित कर सकते हैं क्या? നാം ദൈവത്തിന്റെ കരകളിൽ നമ്മെ ഏൽപ്പിക്കാൻ ഇടയാകുന്നെങ്കിൽ हम अपने आप को परमेश्वर के हाथों में जब देंगे ഒരു നന്മയ്ക്കും മുടക്കം കൂടാതെ വണ്ണം कोई फलाई वस्तु की कमी नहीं होगी. ഹല്ലേലൂയ. പുതിയ വിശ്വാസിയായ പ്രിയ സഹോദര സഹോദരി, ദൈവത്തിന്റെ ഒരു നന്മയും നിന്നിൽ മുടക്കം വരാതെ ദൈവം നിന്നെ പരിപാലിക്കാൻ ഇടയായി തീരും. नया नियम के विश्वासियों मेरे प्रियो, आपके जिंदगी में कोई भलाई वस्तु की कमी नहीं होगी. ലൂക്കോസ് 11:13 നാം ഇങ്ങനെ വായിച്ചു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്നു നന്മ എന്ന് പറഞ്ഞു. लूकोस 11:13 में इस प्रकार पढ़ा था, जो भलाई असली भलाई ये होता है पवित्र आत्मा. ആമേൻ. സങ്കീർത്തനങ്ങൾ 16 അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിച്ചു, ആമേൻ, സ്തോത്രം, യഹോവയാകുന്നു നന്മ എന്ന് പറഞ്ഞു. भजन संगीत के 16 अध्याय में इस प्रकार कहते हैं यहोवा ही असली भलाई ഈ है. നന്മ നിന്നോട് കൂടെ ഇരിക്കും. ये भलाई आपके संग रहेगा. ഈ നന്മയാൽ നീ വഴിതെടുത്തപ്പെടുമ്പോൾ, ये भलाई से जब आप चलाए जाओगे, നീ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. जब आप प्रार्थना करोगे परमेश्वर के काम प्रकट होगा. ഓ, ഇതിനകത്തിരിക്കുന്നവരുടെ വാവിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. यहाँ पर बैठने वालों के लोगों से जिंदगी से परमेश्वर की काम प्रकट होने जा रहा है. നിന്റെ നാവിനെ അധികാരമുള്ളവനാ നിന്റെ നാവിനെ തെരഞ്ഞെടുക്കാൻ പോകുന്നത്. आपका मुंह को हालेलुया अधिकार देते हुए आपको चुनने जा रहा है. അധികാരത്തിന്റെ അഭിഷേകം നിന്റെ മേൽ പകരാൻ പോകുന്നത്. अधिकार की अभिषेक आपका ऊपर डालने जा रहा है. അധികാരത്തിന്റെ അഭിഷേകം പകരപ്പെട്ടതായ യോശുവ ഇങ്ങനെ പറഞ്ഞു, अधिकार के अभिषेक पाया हुआ यहोशू इस प्रकार कहा, അവൻ യുദ്ധം ഞങ്ങൾക്ക് ജയിച്ചേ ये മതിയാകത്തുള്ളൂ. युद्ध हमें जरूर जीतना है. ഈ യുദ്ധം ഞങ്ങൾ ജയിച്ചാലേ ഞങ്ങൾ തകർന്നു പോകും. अगर ये युद्ध हम नहीं जीतेगा तो हम नाश हो जाएंगे. ഈ വാഗ്ദത്ത നന്മയിലേക്ക് പ്രവേശിക്കത്തില്ല. ये वायदा में हम प्रवेश नहीं होगा. അതുകൊണ്ട് സൂര്യ നീ ഗിബിയോനിലും इसलिए सूर्य तो गिबेयोन में, ചന്ദ്രൻ നീ അയ്യോനിൽ താഴ്വരയിൽ നിൽക്കാ എന്ന് പറഞ്ഞു. चांद और तू अय्यालोन तराई में खड़े हो जा. അവൻ അഭിഷേകത്തിന് അധികാരമുള്ളവൻ, जिसका अंदर अभिषेक का अधिकार था, അവൻ വാ തുറന്ന് സംസാരിച്ചപ്പോൾ अपने होठों को खोल कर जब बोलने लगे, അവന്റെ സംസാരത്തിന് മുമ്പിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. उसके कहने पर परमेश्वर के बड़ा काम प्रकट हो गया. അവൻ ഇത്തരത്തിൽ ദൈവകരങ്ങളെ ഉപയോഗിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? क्या इसी प्रकार आप भी परमेश्वर के हाथों में इस्तेमाल होना चाहते हो? ചിലതിനെ നോക്കി കൽപ്പിക്കാനാ ദൈവം നിന്നോട് किसी ആവശ്യപ്പെടുന്നത്. को देखकर आदेश देने के लिए परमेश्वर आपसे चाहते हैं. നിർജീവമായി ചിലതിനെ നോക്കി നീ കൽപ്പിക്കണം. वो मरा हुआ कुछ को देख किसी को
देखकर बोलने के लिए परमेश्वर आपसे चाहते हैं। അത് ജീവിച്ച് എഴുന്നേൽക്കാൻ പോകുകയാ. जिंदा होकर खड़े होने जा रहा है। നിന്റെ നാവിന്റെ ബലം കൊണ്ടല്ല, आपके हाल जो मुंह की ताकत से नहीं, നിന്റെ ശബ്ദത്തിന്റെ കനം കൊണ്ടല്ല, आपके जो आवाज की मिठापन से नहीं, നിന്റെ നാവിന്മേൽ വ്യാപരിക്കുന്ന അഭിഷേകം കൊണ്ട് ദൈവം അത് ചെയ്യും. आपके जुबान पर भरने वाले परमेश्वर के अभिषेक से परमेश्वर करेगा। ആ അഭിഷേകത്തിന്റെ തലമ നിന്നിലേക്ക് കൊണ്ടുവരാൻ ദൈവം उस ആഗ്രഹിക്കുന്നു. अभिषेक आपके अंदर डालने के लिए परमेश्वर चाहते हैं। ആ അഭിഷേകത്തിന്റെ തലങ്ങളിൽ അത്തപ്പെടുവാൻ നമ്മൾ കൊതിക്കേണ്ടത്. उस अभिषेक में हालेलुया आगे बढ़ने के लिए हम चाहना चाहिए। അന്യഭാഷ പറയുന്നത് അന്യഭാഷയിൽ നിറഞ്ഞു പോകരുത്, അതിൽ മാത്രം സാറ്റിസ്ഫൈഡ് ആകരുത്. अन्य अन्य भाषा बोलने वाला सिर्फ उसी में खुश होकर नहीं बैठना है। ഇതിനകത്ത് പ്രവചനമുള്ളവരുണ്ട്, ആ പ്രവചന വരത്തിനകത്ത് നിങ്ങൾ ധന്യരായി പോകരുത്. भविष्यवाणी करने वाला सिर्फ उसी में खुश नहीं रहना है, അതിനും അടുത്ത തലങ്ങളിലേക്ക് കൊതിക്കുന്ന ഒരു നല്ല മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. और आगे जाने के लिए एक चाहत हमारे अंदर होना चाहिए। കഴിഞ്ഞ ദിവസം നമ്മൾ ഇങ്ങനെ വായിച്ചു, അവൻ സ്തോത്രം ഫിലിപ്പോസിനെ ആത്മാവ് തേരിനോട് ചേർന്ന് നടത്തിയെന്ന് പറഞ്ഞു. पिछले दिनों में हमने ये सुना था, फिलिपोस को परमेश्वर की आत्मा ने रथ के साथ साथ चलने दिया। ആത്മാവിന്റെ ശബ്ദം കേൾക്കുവാൻ, ആത്മാവിന്റെ ഗൈഡൻസ് ലഭിക്കാൻ ഓരോ സമയവും നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. आत्मा की आवाज सुनने के लिए और उसका अगुवाई के लिए हमेशा हम परमेश्वर से प्रार्थना करना है। ആത്മാവിന്റെ നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, जब आत्मा की अगुवाई हमारे जिंदगी में होगा, ഒന്നും നിഷ്ഫലമായി തീരത്തില്ല. कुछ भी कम नहीं होंगे। അവൻ നീ ഇന്ന് നടക്കുന്നത് ഏകനായിട്ടായിരിക്കാം, शायद आप अकेले चलते होंगे, അവൻ സ്തോത്രം വലിയൊരു കൂട്ടത്തെ വലിയൊരു നന്മയെ വിട്ടിട്ടായിരിക്കാം നീ നടക്കുന്നത്. बड़े के झुंड को छोड़कर, अपना भलाई को छोड़कर आप शायद चल रहा होगा। എന്നാൽ ആത്മാവാണ് നിന്നെ ഉദ്യമിപ്പിച്ചെങ്കിൽ, अगर परमेश्वर के आत्मा आपको अगुवाई देते हैं तो നീ അകത്ത് തേരിക്കേറിയിരിക്കുന്ന ഒരു സമയം വരാൻ പോവുകയാണ്. आप अंदर उस रथ का अंदर बैठने का एक समय आने वाला है। അവൻ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ നീ നടന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം. शायद इन दिनों में आप चल रहा होगा पैदल। ശമരിയ പട്ടണത്തിലെ സഭയെ ഉപേക്ഷിച്ച് നടക്കുവാനായിരിക്കാം നിന്നോട് ദൈവം ആവശ്യപ്പെട്ടത്. समरिया शहर के उस कलीसिया को छोड़कर चलने के लिए शायद आत्मा आपको बताया होगा। അവൻ ചില നന്മകളെ ഉപേക്ഷിച്ചായിരിക്കാം നീ ഇവിടെ വന്നിരിക്കുന്നത്. कुछ भलाई को छोड़कर आप इधर आए होंगे, എന്നാൽ ആത്മാവ് നിന്നോട് പറയുന്നത് കേൾപ്പാൻ നീ തയ്യാറാണെങ്കിൽ, लेकिन आत्मा आपको जो बोलते हैं अगर वो सुनने के लिए तैयार होते हैं तो ഫിലിപ്പോസ് നീ തേരിലിരിക്കുന്ന കാലം വിദൂരമല്ല. फिलिपोस और उस रथ का अंदर बैठने का समय हालेलुया लंबा नहीं है। വചനത്തിന്റെ വെളിപ്പാടുകൾ നിന്നിലൂടെ സ്വർഗ്ഗം തുറന്നു തരും. परमेश्वर के बातों को आपके द्वारा परमेश्वर प्रकट करेगा। വചനത്തിന്റെ വെളിപ്പാടുകൾ തുറക്കുമെന്ന് മാത്രമല്ല, ചിലതിനെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരാൻ ദൈവം നിന്നെ സഹായിക്കും. सिर्फ ये नहीं, किसी लोगों को परमेश्वर में लाने के लिए परमेश्वर आपको सहायता करेगा। ഇതൊരു വലിയ ദൈവകൃപയാ. ये परमेश्वर का बड़ा अनुग्रह ഈ है। കൃപ പ്രാപിപ്പാൻ വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. इस अनुग्रह पाने के लिए प्रार्थना कीजिए। ഇതിനകത്തിരിക്കുന്ന ദൈവത്തിന്റെ ജനം यहाँ पर बैठने वाले परमेश्वर के लोग ആത്മാവിൽ ശക്തരായി തീർന്നുകൊണ്ട് आत्मा में हर शक्ति होकर ഈ കൃപ പ്രാപിച്ചാട്ട് इस अनुग्रह को पाइए। വെറുതെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് കടന്നു വരരുത്. आप उपवास प्रार्थना में ऐसे मत आइए। ഹൃദയത്തിനകത്തൊരു ആത്മഭാരത്തോട് കടന്നു വരണം. हृदय के अंदर एक चाहत के साथ आइए। ഇതുവരെ പ്രാപിച്ചത് പോരാ കർത്താവേ, जैसे अभी तक मैंने पाया है ये सिर्फ नहीं, എനിക്ക് ശക്തമായി ദൈവകൃപ എന്നിലേക്ക് വേണം കർത്താവേ. और परमेश्वर की ताकत हमें चाहिए। ആ കൃപയിൽ എന്നെ നിറയ്ക്കണം കർത്താവേ. उस अनुग्रह में मुझे चलाइए। നിങ്ങൾ കേൾക്കുന്ന സുവിശേഷങ്ങൾ ആ കൃപയിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ പര്യാപ്തമായതാ. हालेलुया, आपको इस अंदर लेके आने के लिए वो शक्ति ताकत पर्याप्त है। ഒന്ന് തെസ്സലോനിക്കരുടെ ലേഖനം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിച്ചാട്ടെ. पहला തെस्सलोनी के पत्री पहला अध्याय उसका 5वां आयत। पहला തെस्सलोनी पहला अध्याय का 5वां आयत। ഞങ്ങളുടെ സുവിശേഷ വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. क्योंकि हमारा सुसमाचार तुम्हारे पास ना केवल वचन मात्र ही में, वरना सामर्थ और पवित्र आत्मा और बड़े निश्चय के साथ पहुंचा है। ആ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. ഞങ്ങളുടെ ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, വചനമായി മാത്രമല്ല, ശക്തിയോടും. അത് ശക്തിയോട് സുവിശേഷത്തിൽ അപ്പൊ എന്ത് വ്യാപരിക്കുന്നുണ്ട്? ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. सुसमाचार में क्या होता है? परमेश्वर की ताकत सामर्थ्य है। ഇന്ന് പകൽക്കാലം സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ മേലും സുവിശേഷം കേൾക്കുന്നവരുടെ മേലും ഈ ശക്തിയുടെ വ്യാപാരം ഉണ്ടാകും. आज के दिन सुसमाचार प्रचार करने वालों के ऊपर और सुनने वालों के ऊपर इस सामर्थ्य प्रकट होगा। ധന്യനായ പൗലോസ് ശ്ലീഹ 1 തെസ്സലോനിക്കരുടെ ലേഖനം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം പറയുകയാണ്, प्रेरित पौलुस पहला തെस्सलोनी के पत्री पहला अध्याय उसका 5वां आयत में इस प्रकार कहते हैं, ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, വചനമായിട്ടു മാത്രമല്ല. ശക്തിയോടും. ഇപ്പൊ പ്രസംഗിക്കുന്നവർക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. നോക്കണം, ദൈവസേന ഞാനത് കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങളെ ഓർപ്പിച്ച്, നിങ്ങൾ ദൈവസേന പ്രാർത്ഥിക്കണം. വചനത്തിനകത്ത് വെളിപ്പെടുന്ന ആത്മാവിന്റെ ശക്തിയും ये प्रचार करने वालों की एक जिम्मेदारी होता है, प्रचार करते समय उसमें प्रकट होने वाला परमेश्वर की ताकत है। അവൻ അത് ശുശ്രൂഷയിൽ വ്യാപരിക്കണം. उस सामर्थ्य परमेश्वर के हमारे सेवकाई में हालेलुया होना है। ഇവിടെ പൗലോസ് ശ്ലീഹ പറയുന്നത് ദയവായിട്ട് ശ്രദ്ധിച്ച്, ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും അത് ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു. ബഹുനിശ്ചയത്തോടും. നോക്കണം, അതിനകത്തൊരു ഉദ്ദേശമുണ്ട്, ഒരു നിവർത്തീകരിക്കുന്ന ഒരു ഉദ്ദേശമുണ്ട്. देखिए, उस वचन के अंदर परमेश्वर की एक योजना है।
Praise the Lord. हमारा सुसमाचार तुम्हारे पास ना केवल वचन मात्र ही में वरना सामर्थ्य और पवित्र आत्मा और बड़े निश्चय के साथ पहुंचा है। അയ്യോ നിങ്ങൾ കേവലം അമൻ അരമണിക്കൂർ തയ്ക്കുന്ന അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ തയ്ക്കുന്ന ഒരു ശുശ്രൂഷകരായിട്ട് അല്ല ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത്. सिर्फ आधा घंटा पौने घंटा प्रचार करने वाला एक सेवक का रूप में परमेश्वर आपको नहीं देखा है। നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ അറിവും പ്രദർശിപ്പിക്കാനുള്ള ഒരു മേഖലയല്ല സുവിശേഷ മെസ്സേജ്. आपका ज्ञान को फैलाने वाला एक जगह नहीं है इस सेवकाई। ദൈവാത്മാവ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആത്മാവിൽ ഉപയോഗിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. पवित्र आत्मा ये चाहता है कि आप आत्मा में इस्तेमाल किया जाए। ആത്മാവിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു കൂട്ടം ജനം ഇതിനകത്തുണ്ടെങ്കിൽ आत्मा में इस्तेमाल होने वाला एक झुंड इसमें इसका बीच में है तो അവൻ ദൈവത്തിന്റെ പ്രവൃത്തി ഈ സഭയ്ക്കകത്ത് ദൈവം വെളിപ്പെടുത്തും. परमेश्वर का काम इस कलीसिया के अंदर प्रकट होगा। ദൈവത്തിന്റെ പ്രവൃത്തി ഈ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങൾ ദൈവം വെളിപ്പെടുത്തും. परमेश्वर के एक बड़ा काम इस आवाज सुनने वाला आपके अंदर परमेश्वर प्रकट करेगा। അവൻ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് യേശുവിന്റെ ദർശനം പൗലോസിന് ഉണ്ടായി കഴിഞ്ഞപ്പോൾ दमस्कस के उस देवड़ी में परमेश्वर के प्रभु यीशु मसीह को जब पौलुस ने देखा था, അവൻ യേശു കർത്താവിനെ അനുസരിക്കാനായി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. जब यीशु मसीह को हालेलुया मानने के लिए उसने अपने आप को समर्पित किया। അവൻ സ്തോത്രം തന്റെ സ്വന്തം രക്തബന്ധങ്ങളോട് ആലോചിക്കാതെ അവൻ യേശുവിന്റെ നാമം വിളിച്ചുകൊണ്ട് പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിൽ സ്നാനമേറ്റ് കർത്താവിനോട് ചേർന്നു. अपना किसी से उसने नहीं पूछा बल्कि पिता पुत्र पवित्र आत्मा के नाम बुलाकर उसने बपतिस्मा लेकर परमेश्वर के साथ जुड़ गया। അവനെ ദൈവം തള്ളിക്കളഞ്ഞില്ല. परमेश्वर उसको कभी त्यागा नहीं। അവനെ ജാതികളുടെ അപ്പോസ്തലനായി ദൈവം നിശ്ചയിച്ചു. उसने प्रेरित के रूप में परमेश्वर ने खड़ा कर दिया। അവന്റെ മേൽ അധികാരത്തിന്റെ അഭിഷേകത്തെ ദൈവം പകർന്നു കൊടുത്തു. उसका ऊपर अधिकार के अभिषेक को परमेश्वर ने भर दिया। ഓ അധികാരത്തിന്റെ അഭിഷേകം ആർക്കാണെന്നറിയാമോ? അവനെ വിശ്വസിക്കുന്നവർക്കാ ഉള്ളത്. अधिकार का उस अभिषेक किसको मिलता है मालूम है? उस पर विश्वास करने वालों को। മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ അതിന്റെ 16-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: വിശ്വസിക്കുക സ്നാനമേൽക്കുകയും രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവരോ ശിക്ഷാവിധിയിലാകപ്പെടുമെന്ന് പറയാണ്. मरकुस 16 का 16 में इस प्रकार कहते हैं, विश्वास करने वाले उद्धार पाएंगे, जो विश्वास नहीं करेगा उसके लिए सजा किया जाएगा। അവൻ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്താൽ നീ അവൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെടാൻ തുടങ്ങിയ. अगर आप विश्वास करोगे और बपतिस्मा लोगे तो आप परमेश्वर में इस्तेमाल किया जाएगा। ഹല്ലേലൂയ. എത്ര പേർ ഇതിന് തയ്യാറാകും? कितने लोग इसके लिए तैयार हो അവൻ जाएंगे? രക്തബന്ധങ്ങളോട് ആലോചന വെച്ചോ മാംസരക്തം കൊണ്ട് ആമെ അനുമതി വാങ്ങിച്ചോ അല്ല കർത്താവിനെ നീ അനുസരിക്കേണ്ടത്. वो किसी को पूछ के उसके बाद आप परमेश्वर की मानना शुरू नहीं करना है। അവൻ വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ, विश्वास करने वालों का अंदर भरने वाला उस ताकत को अगर आप पाना चाहते हैं तो അവൻ ദൈവത്തെ നീ ഹാലലി പൂർണ്ണമായി പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവിലും പൂർണ്ണ സത്യത്തിലും അവനെ അനുസരിക്കത്തക്കവണ്ണം ഒരു നല്ല മനസ്സ് നിന്നിൽ ഉണ്ടാകട്ടെ. आपके अंदर ऐसा एक मन होना चाहिए, परमेश्वर को पूरे मन से और आत्मा से मानना चाहिए। അങ്ങനെ നീ അനുസരിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ ശുശ്രൂഷ മാറാൻ തുടങ്ങും. उसी प्रकार आप मानना शुरू करोगे तो आपका सेवकाई बदल जाएंगे। അങ്ങനെ നീ ദൈവത്തെ അനുസരിക്കാൻ തുടങ്ങുമ്പോൾ അഭിഷേകത്തിലെ ശക്തി നിന്റെ മേൽ ഇറങ്ങി വരാൻ उसी തുടങ്ങും. प्रकार आप परमेश्वर को मानते हैं तो परमेश्वर की आत्मा और ताकत सामर्थ्य आपका ऊपर उतर आएगा। അവൻ വെളിപ്പാടുകളെ ആധിക്യമുണ്ടായിരുന്നെന്ന് പൗലോസ് തന്നെ കുറിച്ച് പറയുകയാണ്. पौलुस अपने आप के अपने बारे में कहते हैं, दर्शन बहुत सारे थे, वो देखते थे। സകല കൃപാവരങ്ങളിൽ ജ്വലിച്ചതായി ദൈവത്തിന്റെ ദാസനായ ആമേ ഹല്ലേലൂയ പൗലോസ് ലേഖ. सारे वरदान उसके अंदर थे। അവൻ ഇങ്ങനെ പറയുകയാണ്. वो इस प्रकार कहते हैं, 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 4-5 വിശേഷ 5-ാമത്തെ വാക്യം 4-ാമത്തെ വാക്യം വായിച്ചിട്ട് 5-ാമത്തെ വാക്യം വായിക്കണം. पहला कुरिन्थियों की पत्री 2 अध्याय 4 और 5 आयत। 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം തുടർന്ന് 5-ാമത്തെ വാക്യം. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിന്റെ ശക്തി തന്നെ അവിടെ ആധാരമായിരിക്കേണ്ടതിന് നിൽക്കട്ടെ, നിന്ന് പോണം. और मेरे वचन और मेरे प्रचार में ज्ञान की लुभाने वाले बातें नहीं, परंतु आत्मा और सामर्थ्य का प्राण था। നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല വേണ്ടത് കേട്ടോ. आपके विश्वास के लिए इंसान का ज्ञान नहीं चाहिए। അവൻ രക്ഷിക്കപ്പെടാനും വേർപെടാനും സ്നാനമേൽക്കുവാനും മനുഷ്യർ നമുക്ക് ബുദ്ധി പറഞ്ഞു തന്നു. उद्धार पाने के लिए, अलग होने के लिए, बपतिस्मा लेने के लिए इंसान ने हमें बुद्धि दिया। അവൻ രക്ഷിക്കപ്പെടുവാനും സ്നാനമേൽക്കുവാനും മനുഷ്യൻ നമുക്ക് ബുദ്ധി പറഞ്ഞെങ്കിൽ ഇനി നയിക്കപ്പെടേണ്ടത് മാനുഷികമായ ജ്ഞാനത്താലല്ല. उद्धार पाने के लिए, बपतिस्मा लेने के लिए कोई इंसान हमें बताया होगा, लेकिन अभी से अब इंसान के कहने पर आगे नहीं चलना है। ഇവിടെ പറയുകയാണ് നിങ്ങളുടെ വിശ്വാസം आपका विश्वास നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല. നോക്കണം, നിങ്ങളുടെ വിശ്വാസത്തിന് അപ്പൊ എന്താ മനുഷ്യരുടെ ജ്ഞാനമല്ല ആധാരമായിരിക്കുന്നത്. आपके विश्वास के लिए इंसान का लुभाने वाली बात नहीं है आधार। ജ്ഞാനം വേണ്ടെന്നല്ല പറയുന്നത്. मतलब ये नहीं कि ज्ञान नहीं चाहिए, ജ്ഞാനമൊക്കെ ആവശ്യമാണ്, ശരിയാ, ज्ञान जरूरी है। ആമേൻ ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ വചനം ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ
लेकिन परमेश्वर के वचन आपका हृदय का अंदर है तो നിന്റെ വാ തുറന്നാൽ നിന്റെ ഹൃദയം അത് പ്രസ്താവിക്കാൻ തുടങ്ങും. आपका होठों को खोलने से आपका हृदय परमेश्वर में आनंदित रहेंगे. വചനത്തിന്റെ വെളിപ്പാടുകൾ നിന്നിലേക്ക് സ്വർഗ്ഗം പകരുവാൻ ആഗ്രഹിക്കുന്നു. परमेश्वर के वचन के बातें को आपका अंदर डालने के लिए परमेश्वर चाहते हैं. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു അഭിഷക്തനായി നീ മാറുവാൻ ദൈവം इस ആഗ്രഹിക്കുന്നു. जमाने में परमेश्वर के हाथों में इस्तेमाल होने वाले अभिषिक्त होने के लिए परमेश्वर आपसे चाहते हैं. അതിന് നിനക്ക് തയ്യാറാണോ? क्या आप उसके लिए तैयार हो? അതിന് നീ തയ്യാറാണെങ്കിൽ ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? अगर आप तैयार है तो परमेश्वर के हाथों में अपने आप समर्पित कर सकते हैं क्या? അങ്ങനെയാണെങ്കിൽ ദൈവത്തോട് പറഞ്ഞ കർത്താവേ, കേവലം ഒരു മാനുഷിക ജ്ഞാനത്തിന് അപ്പുറമായി എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് ऐसा പറയണം. है तो परमेश्वर से बोलिए, ओ हालेलुया, केवल लुभाने वाले बातें नहीं बल्कि आपके सामर्थ्य से मुझे भर दीजिए. അവൻ ഒന്നാം ജനറേഷൻ, രണ്ടാം ജനറേഷൻ, മൂന്നാം, നാലാമത്തെ ജനറേഷൻ വരെ ഇപ്പൊ പെന്തക്കോസ്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. पेंतकोस्त की चौथा पीढ़ी अभी है. അങ്ങനെ നീ നാലാം ജനറേഷൻ എന്ന് പറഞ്ഞ് അഭിമാനപ്പെട്ടിട്ട് കാര്യമില്ല. आप मैं चौथा पीढ़ी है करके बोलने से कोई फायदा नहीं होता. അവൻ വിശ്വാസം വേദപുസ്തകം ഒരു പാരമ്പര്യമായി കൈമാറുന്നതല്ല. आपके अंदर के जो विश्वास है परंपरा से होते नहीं आ रहा है. പിതാക്കന്മാരുടെ വിശ്വാസ നിമിത്തം അവൻ ദൈവം നിന്നെ സംരക്ഷിച്ചേക്കാം. परदादाओं से विश्वास के कारण शायद परमेश्वर आपको संभालेंगे. എന്നാൽ നിന്നിൽ ഉണ്ടാകേണ്ട ദൈവം ആഗ്രഹിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് അവൻ സ്തോത്രം അത് കേവലം ഒരു അറിവല്ല. लेकिन आपका अंदर होने वाला जो विश्वास है क्या काली ज्ञान नहीं होना चाहिए. സഹോദരി ബാക്കി വായിച്ചാട്ടെ. आगे पढ़िए. നിങ്ങളുടെ വിശ്വാസം മനുഷ്യമായ അറിവല്ല, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായി ദൈവത്തിന്റെ ശക്തിയാണ് ആധാരമായിരിക്കേണ്ടത്. और मेरे वचन और मेरे प्रचार में ज्ञान की लुभाने वाली बातें नहीं परंतु आत्मा और सामर्थ्य का प्रमाण था. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷി നിന്നെന്ന് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം ആദ്യ അധ്യായത്തോടെ നമ്മൾ വായിക്കുവാനിടയായി തീർന്നു. प्रेरितों के पुस्तक के पहला अध्याय में हमने ये सीखा था, ये लोग परमेश्वर के प्रभु यीशु मसीह के पुनरुत्थान की गवाह बने थे. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ നിന്നാണ് ഞാൻ ഈ ഭാഗം പറഞ്ഞിരിക്കുന്നത്. प्रेरितों के काम चौथा अध्याय में ये बताया था. 4-ാം അധ്യായത്തിൽ അവരെ കുറിച്ച് പറയുകയാണ്, അവർ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷി നിന്നു. चौथा अध्याय में उन लोगों के बारे में कहते हैं, वो लोग प्रभु यीशु मसीह के पुनरुत्थान के गवाह थे. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷി പറഞ്ഞ ഇവരിൽ എന്തുണ്ടായിരുന്നു? ഈ ദൈവശക്തി ഉണ്ടായിരുന്നു തിരുവചനം പറയുന്നത്. प्रभु यीशु मसीह के पुनरुत्थान के गवाह बोलने गवाह थे, उनके अंदर क्या था? परमेश्वर की सामर्थ था. ഈ ദൈവശക്തിയുടെ അളവറ്റ വ്യാപാരം നമ്മിലുണ്ടെങ്കിൽ, इस परमेश्वर की सामर्थ हमारे अंदर है तो മൂടോട് ചിലതിനെ വെട്ടിയെടുക്കുക ദൈവം നിനക്ക് അധികാരം തരും. किसी को हालेलुया वो काट कर लाने के लिए परमेश्वर आपको अधिकार देगा. നിങ്ങൾ വിശ്വാസത്തോട് പറഞ്ഞാട്ട് അവൻ ചിലതിനെ മൂടോട് വെട്ടിയെടുക്കാനുള്ള അധികാരം ദൈവം എനിക്ക് തരുമാറാകണമേ. विश्वास में बोले, किसी को काट कर लाने के लिए परमेश्वर हमारे अंदर अधिकार देगा. ഹല്ലേലൂയ. കർത്താവിന് ആവശ്യമുള്ള ചിലത് ഇപ്പോഴും അക്കരെ നിൽക്കുകയാണ്. जो प्रभु यीशु मसीह चाहते हैं उनके लिए जो इस्तेमाल होने जा रहा है उस पार अभी भी खड़ा है. കർത്താവ് പറഞ്ഞത് അവൻ സ്തോത്രം ആരും ഒരിക്കലും കൈലിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ അവൻ സ്തോത്രം അക്കരെയുള്ള ഗ്രാമത്തിൽ കെട്ടിയിരിക്കുന്നു. यीशु मसीह कहते हैं अभी तक किसी ने सवारी नहीं किया ऐसे के गधे उस पार में है. ആ കഴുതയെ കർത്താവ് കണ്ടിരിക്കുകയാണ്. उस गधे को प्रभु यीशु मसीह ने देख चुका അവൻ है. സ്തോത്രം കർത്താവ് ആ കഴുതയെ കണ്ടു, എന്നാൽ ശിഷ്യന്മാർ അതിനെ കണ്ടില്ല. प्रभु यीशु मसीह उस गधे को देखा लेकिन चेलों ने उसको नहीं देखा. കാണാത്ത ശിഷ്യന്മാരോട് കർത്താവ് പറയുക, അക്കരയ്ക്ക് പോ, അവൻ സ്വന്തം നിനക്കെതിരെയുള്ള ഗ്രാമത്തിൽ ആരും കയറിട്ടില്ലാത്ത കഴുതയെ കെട്ടിയിരിക്കുന്നുണ്ടെന്ന് चेलों പറഞ്ഞു. से प्रभु यीशु मसीह कहते हैं उस गांव में जाकर उधर उस गधे है वहां उसी अभी तक कोई सफर नहीं किया है, सवारी नहीं की, उसको लेकर आना. കുഞ്ഞെ നീ കണ്ടിട്ടില്ലെങ്കിലും കർത്താവിന്റെ ശബ്ദത്തിന് മുമ്പിൽ ആമേ സ്തോത്രം സ്റ്റെപ്പ് വെക്കാൻ തയ്യാറാണെങ്കിൽ, मेरे प्रियो शायद आप अभी तक देखा नहीं होगा लेकिन प्रभु यीशु मसीह के कहने पर अब आगे कदम बढ़ा सकते हैं क्या? കർത്താവ് കണ്ടതിനെ നീ അഴിച്ചുകൊണ്ട് വരും. प्रभु यीशु मसीह जिसको देखा है उसको आप खोल कर लाएंगे. കർത്താവ് കണ്ടതിനെ നീ പിടിച്ചുകൊണ്ട് വരും. प्रभु यीशु मसीह जिसको देखा है उसको आप लेकर आएंगे. അതിനെ അവിടെ കെട്ടിയിരിക്കുന്നവർ നിന്നോട് ചോദിക്കും, നീ എന്തിനാ ഇതിനെ അഴിക്കുന്നതെന്ന് ചോദിക്കും. वो लोग पूछेंगे उसको क्यों खोल रहा है आप? അവൻ ഹല്ലേലൂയ അതിനെ കെട്ടിയിട്ടിരിക്കുന്ന പൈശാചിക ശക്തികൾ നിന്നോട് ചോദിക്കുമ്പോൾ അവൻ നിനക്ക് പറയാൻ ഒരു ഉത്തരമുണ്ട്. കർത്താവ് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയണം. उसको बांधा हुआ शैतान की शक्ति आपसे पूछेंगे उसको क्यों खोल रहा है, लेकिन आप बोलना है प्रभु यीशु मसीह से चाहते हैं. നിന്നെ അയച്ചവന്റെ അധികാരം നിന്റെ മേൽ ഉള്ളതുകൊണ്ട്, आपको भेजने वालों का अधिकार आपका अंदर होने के कारण നിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കിന് മുന്നിൽ സംഭവിക്കാൻ പോകുകയാണ്. आपका मुंह से खोलने जाने वाले उस अधिकार से ये होने जा रहा है. നിന്റെ ആദരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കിന് മുമ്പിൽ ചിലത് മൂടോട് കെട്ടിക്കൊണ്ട് അവൻ വലിച്ചുകൊണ്ട് വരാൻ പോകുകയാണ്. आपका होठों से निकलने वाले उस शब्द के अधिकार से आप किसी को लेकर आने जा रहा है. കഴിഞ്ഞ നാളുകളിൽ സുവിശേഷം പറഞ്ഞിട്ട് ചിലത് രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ, पिछले दिनों में आपने किसी को सुसमाचार सुनाया था शायद कोई उद्धार नहीं पाया होगा. കഴിഞ്ഞ നാളുകളിൽ പലപ്പോഴും നീ ക്ഷണിച്ചിട്ടും പലരും ആരാധനയ്ക്ക് വന്നിട്ടില്ലെങ്കിൽ, बीते हुए दिनों में किसी को आप स्वागत
आमंत्रण दिया होगा लेकिन कोई नहीं आया तो കുഞ്ഞെ നീ സങ്കടപ്പെടേണ്ട, ദൈവസന്നിധി മുട്ടുമടക്കിക്കാട്ടെ. आप नाराज मत हो जाइए, बल्कि प्रभु यीशु मसीह के सामने आप घुटना टेकिए. നിന്റെ പ്രാർത്ഥന മുറിക്കാത്തിരുന്ന ദൈവശക്തി നീ പ്രാപിച്ചാട്ടെ. आपके प्रार्थना की जो कमरे के अंदर बैठकर आप उस सामर्थ्य को पाइए. ആത്മാവ് നിന്നെ നടത്താൻ തുടങ്ങും. परमेश्वर के आत्मा आपको चलाने जाएंगे. ആത്മാവ് നിന്നെ നയിക്കാൻ തുടങ്ങും. परमेश्वर के आपको अगुवाई करेंगे. ആത്മനിയോഗത്തോടെ നീ മുൻപോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ उस आत्मा की अगुवाई से आप आगे बढ़ोगे. അവിടെ നിന്നോട് ചോദിക്കുന്നവർ കാണും, എന്തിനാ ഇതിനെ അഴിക്കുന്നതെന്ന് ചോദിക്കും. वहां पर पूछने वाले शायद हो सकता है इसको क्यों खोल रहा है. എന്നാൽ നിന്നിൽ വ്യാപരിക്കുന്ന ശക്തിയോട് അതിനെ എതിർക്കാൻ കഴിയത്തില്ല. आपके अंदर जो ताकत है उसको खिलाफ नहीं करा सकता है. നിന്നെ അയച്ചവന്റെ ശക്തി നിന്റെ മേലുണ്ട്. लेकिन आपको भेजने वाले का ताकत आपका अंदर है. നിന്നെ അയച്ചവന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിന്റെ മേലുണ്ട്. आपका भेजने वालों का पवित्र आत्मा आपके अंदर है. ആ ആത്മനിയോഗത്തോടെ നീ ഇറങ്ങിക്കാട്ടുന്നതിന്റെ ശുശ്രൂഷ उस അനുഗ്രഹമായിരിക്കും. आत्मा के सामर्थ्य में आप निकल जाइए, आपका सेवकाई आशीष पाएंगे. ആ ആത്മനിയോഗത്തോടെ നീ കർത്താവിനെ കുറിച്ച് പറഞ്ഞാട്ട് കൃപ അവിടെ വ്യാപരിക്കാൻ തുടങ്ങും. उस सामर्थ्य के साथ आप परमेश्वर के बारे में बोलिए, परमेश्वर की कृपा वहां प्रकट होगी. ഹല്ലേലൂയ. വേദപുസ്തകം അടുത്ത ഭാഗം വായിക്കുന്നു. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, പ്രൈസ് ദി ലോർഡ്, 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം വീണ്ടും നമ്മൾ വായിച്ചു കേൾക്കുന്നു. पहला कुरिन्थियों 2 का 4 आयत फिर से पढ़ेंगे. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ദൈവത്തിന്റെ ശക്തി. ആധാരമായിരിക്കേണ്ടതിന്. നോക്കണം, റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയാണ്, വിശ്വാസം കേൾവിയാൽ, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നെന്നാ പറഞ്ഞില്ലേ. रोमियो के पत्र में प्रेरित पौलुस इस प्रकार कहते हैं, विश्वास सुनने से आता है परमेश्वर के वचन की. ആമേൻ. ഇത് വിശ്വാസം ആദ്യം ആരംഭിക്കുന്നത് എങ്ങനെയാ? കേൾവിയാലാ. विश्वास कैसे शुरू होता है? सुनने से. അതൊരാൾ വചനം പ്രസംഗിക്കുന്ന കേൾക്കുന്നുണ്ടാ. कोई वचन प्रचार करता है वो सुनते हैं. ഇത് പറഞ്ഞ അതേ പൗലോസ്ലിക തന്നെയാണ് ഇവിടെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ये പറഞ്ഞിരിക്കുന്നത്. बोलने वाले वही पौलुस कुरिन्थियों के पत्र में इस प्रकार कहा है. ഇത് തമ്മിൽ ഭിന്നതയൊന്നുമില്ല. इसके बीच में कोई फर्क नहीं है. ഇത് ഭിന്നതയുള്ള വാക്യങ്ങളല്ല. ये फर्क नहीं है इस आयतों के बीच में. വിശ്വാസം കേൾവിയാൽ വരുമെന്ന് പറഞ്ഞ അതേ പൗലോസ് തന്നെ പറയാണ്. विश्वास सुनने से आते हैं बोलने वाला वही पौलुस इस प्रकार कहते हैं. നിങ്ങളുടെ ഇപ്പൊ നിങ്ങൾ സഭയാണ്, നിങ്ങൾ കർത്താവിന്റെ മണവട്ടി സഭയുടെ ഭാഗമാണ്. ഇനി നിങ്ങളുടെ വിശ്വാസം കേവലം മനുഷ്യവാക്കുകൾക്കകത്ത് ഒതുങ്ങരുത്. अब आप परमेश्वर की कलीसिया बन गया है और अब आप किसी का बातों पर आपका विश्वास कम नहीं करना है. അവൻ സ്തോത്രം ജാതികളായിരുന്ന സ്ഥാനത്തുനിന്ന് അവൻ കർത്താവിനെ അറിഞ്ഞത് അത് അവൻ സ്തോത്രം മനുഷ്യൻ നമ്മോട് പറഞ്ഞ വാക്കുകളുടെ മുമ്പിലും അവൻ കേൾവിയുടെ മുമ്പിലുമാണ്. जब आप जादी थे, प्रभु यीशु मसीह के बारे में किसी ने बोला, वो सुनकर आप विश्वास कर दिया. നാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ നാം ദൈവസഭയോട് ചേർന്ന് आप विश्वास पाकर बपतिस्मा लिया, तब परमेश्वर की कलीसिया से जुड़ गए. അങ്ങനെ ദൈവസഭയോട് ചേർന്ന് കൊരിന്ത്യർ സഭയോട് പറയുന്നത്, उसी प्रकार कलीसिया में जुड़ने वाला कुरिन्थ के कलीसिया से इस प्रकार कहता ഇനി है, നിങ്ങളുടെ വിശ്വാസം കേവലം മനുഷ്യന്റെ ജ്ഞാനമല്ല വെളിപ്പെടേണ്ടത്. अब आपके विश्वास में काली ज्ञान की लुभाने वाली बात में नहीं, അവിടെ ശക്തിയാ വെളിപ്പെടേണ്ടത്. वहां पर सामर्थ्य प्रकट होना है. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് നാളുകളായ പ്രിയ സഹോദര സഹോദരി, നിന്നിൽ വെളിപ്പെടേണ്ട ദൈവ ശക്തിയാ. उद्धार पाकर बपतिस्मा पाया, बहुत साल हो गया मेरे प्रियो, आपके अंदर परमेश्वर के सामर्थ्य प्रकट होना है. അതിന് കഴിയുന്നില്ലെങ്കിൽ മുട്ടുമേരുത് പ്രാർത്ഥിച്ചോണം കേട്ടോ. अगर ये नहीं होते हैं तो घुटना टेकर प्रार्थना कीजिए. അതിന് കഴിയുന്നില്ലെങ്കിൽ അതിനുവേണ്ടി കണ്ണുനീർ ഒഴുക്കിക്കോണം കേട്ടോ. अगर नहीं होते हैं तो उसी के लिए आंसू बहाइए. ഇവിടെ 4-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കാം. 4वां आयत फिर से पढ़ेंगे. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ആ. ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനവും എന്റെ വചനം. നമുക്ക് പൗലോസ് പറയാണ്, എന്റെ വചനവും पौलुस कहते हैं, मेरा वचन എന്റെ പ്രസംഗവും എന്റെ പ്രസംഗവും और मेरे प्रचार ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാൽ അല്ല, ज्ञान की लुभाने वाली बातें नहीं, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനം. പ്രദർശനത്താലത്രേ ആയിരുന്നത്. परंतु आत्मा और सामर्थ्य का प्रमाण था. Praise the Lord. എന്റെ പ്രസംഗവും എന്റെ വാക്കുകളും അത് കേവലം മാനുഷികമല്ല, ആത്മാവിന്റെ ശക്തിയുടെയും പ്രദർശനമായിരുന്നെന്ന് അപ്പോസ്തലൻ പറയുന്നത്. प्रेरित कहते हैं, मेरा वचन और मेरी प्रचार काली ज्ञान नहीं बल्कि परमेश्वर की सामर्थ्य पर निर्भर हो. എന്ന് വെച്ചാൽ നീ ആത്മാവിന്റെ ശക്തിയോടെ ശുശ്രൂഷിക്കാൻ തുടങ്ങുമ്പോൾ, इसका मतलब यह है, जब आप परमेश्वर की सामर्थ्य के साथ भरकर सेवकाई करना शुरू करोगे, ദൃശ്യമായ പല അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കാൻ തുടങ്ങും. आपके सामने, आंखों के सामने कुछ चिन्ह चमत्कार शुरू होगा. വചനം അതിലെ ശക്തിയോടുകൂടി പ്രദർശിപ്പിക്കാൻ തുടങ്ങും. वचन अपना सारे सामर्थ्य को प्रकट करना शुरू होगा. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? क्या आप विश्वास करते നിങ്ങൾ हो? ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ? क्या अपने आप को समर्पित करोगे? ആത്മാവിന്റെ
ആത്മാവിന്റെ ശക്തിയുടെ പ്രദർശനമായി നമ്മുടെ ജീവിതം ഒന്ന് മാറാൻ വേണ്ടി, पवित्र आत्मा के सामर्थ्य की प्रकट हमारे जीवन में होने के लिए, ആത്മാവിന്റെ ശക്തിയുടെ പ്രദർശനമായി നമ്മുടെ ശുശ്രൂഷ മാറാൻ വേണ്ടി, हालेलुया, परमेश्वर की आत्मा की प्रकट हमारे प्रचार में सेवकाई में होने के लिए। നമ്മളൊരു പാട്ട് പാടാറില്ലേ, സത്യസഭ വെളിപ്പെടും. എപ്പോഴാണെന്നറിയാം? ഭൂതങ്ങൾ അലറിയോടും. हालेलुया, हम हमेशा गीत गाते हैं, वो भूत हालेलुया चिल्ला कर चले जाएंगे। അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. സത്യസഭ അങ്ങനെ വെളിപ്പെടുമെന്നാ പറയുന്നത്, പാടുന്നത്. चिन्ह चमत्कार सच्चा कलीसिया में प्रकट होंगे कहते हैं। അത് കേവലം പാട്ടിനകത്ത് മാത്രം ഒതുക്കാനുള്ളതല്ല. सिर्फ गाने में नहीं, ഓ, സത്യസഭ വെളിപ്പെടുമ്പോൾ सच्चा सभा जब प्रकट होगा, അവൻ ഭൂതങ്ങൾ അലറിയോടും. സത്യമാ, अन्य अन्य शक्तियां हाले चिल्ला चिल्ला कर भाग जाएंगे। എന്നാൽ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. वहां पर चिन्ह चमत्कार प्रकट होगा। ഒരു പാപി ഇതിനകത്ത് കടന്നു വന്ന മനസ്സദ്രപ്പെടും. एक पापी हमारे बीच में आएगा तो मन फिराएंगे। ആത്മാവിൽ അവനെ വിവേചിക്കാൻ കഴിയുന്നവർ എഴുന്നേൽക്കും സഭയ്ക്കകത്തുനിന്ന്. आत्मा में उनसे बात करने वाले कलीसिया में खड़े हो जाएंगे। എത്ര പേർക്ക് അതിന് ആഗ്രഹമുണ്ട്? कितने लोग उसके लिए चाहते എത്ര हैं? പേർക്ക് അതിന് ആഗ്രഹമുണ്ട്? इसके अंदर उसका चाहत है। കണ്ണുകളെ ഒരു നിമിഷം അടച്ചാട്ട് आंखों को बंद करें, മുഴക്കാൽ മുഴക്കാൻ കഴിയുന്ന ദൈവസന്നിധി മുഴക്കാൽ മടക്കിക്കാട്ട് घुटने टेकिए, ദൈവത്തോടൊന്ന് പറഞ്ഞാട്ട്, परमेश्वर से कहिए, കർത്താവേ എനിക്ക് ആഗ്രഹമുണ്ട്, परमेश्वर मैं ये चाहता हूँ, കർത്താവേ എനിക്ക് ആഗ്രഹമുണ്ട്, परमेश्वर मैं ये चाहता हूँ, ദൈവ സന്നിധിയിൽ കർത്താവേ ദൈവത്താൽ നിറയപ്പെടുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. परमेश्वर की उपस्थिति में मेरे अंदर आपका भर्ती होने के लिए मैं चाहता हूँ। ആത്മാവിന്റെ ശക്തിയുടെ പ്രദർശനമായി എന്റെ ജീവിതം ഒന്ന് മാറുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് പിതാവേ. आत्मा के सामर्थ्य मेरा जीवन में प्रकट होने के लिए मैं चाहता हूँ खुदा। ആ അധികാരത്തിന്റെ അനോയിമെന്റെ ദൈവം ഇന്ന് പകൽക്കാലം ഞങ്ങളിലേക്ക് പകരുമാറാകണമേ. अधिकार के अभिषेक हमारा ऊपर आप आइए। ദൈവസന്നിധി മുഴക്കാൽ മുടക്കി പ്രാർത്ഥിക്കുന്ന എല്ലാവരിലേക്ക്, हालेलुया, परमेश्वर के सामने घुटना टेक कर प्रार्थना करने वाले सबके ऊपर ഒരാത്മ പകർച്ച ഉണ്ടാകട്ടെ. आत्मा के भर्ती होने के ആത്മ लिए പകർച്ച ഉണ്ടാകട്ടെ. अभिषेक का भर्ती हो ഈ जाए। ഈ ആത്മീയ ക്ഷാമകാലത്ത്, इस आदमी का हालेलुया ആത്മീയ ക്ഷാമകാലത്ത് आदमी के कमी के समय में അവൻ ദൈവത്തിന്റെ മുൻപാകെ परमेश्वर के सामने ഒഴിഞ്ഞ പാത്രം നീ കൊണ്ടുവരാൻ തയ്യാറാണെങ്കിൽ, खाली बर्तन लाने के लिए आप तैयार हो तो ക്ഷാമകാലത്ത് ഒഴിഞ്ഞ പാത്രം ശാലിനി പ്രവാചകന്റെ മുമ്പിൽ കൊണ്ടുവന്ന इस कमी के समय में खाली बर्तन परमेश्वर के दास के सामने लेके आने वाले ഹല്ലേലൂയ, സ്ത്രീയോട് പറയാണ് ഇനി പാത്രമില്ലയോ എന്ന് ചോദിക്കുന്ന സമയം വരെ കൊണ്ടുവരാൻ തുടങ്ങി. उस स्त्री से कहते हैं अब नहीं है, बच्चा नहीं है, तब तक वो लेके आई। ആ പാത്രത്തിനകത്തേക്ക് അവൻ എണ്ണ പകരാൻ തുടങ്ങി. उस बर्तन के अंदर वो तेल डालने लगे। ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയ്ക്കായി ദൈവത്തിന് തലവണക്കിക്കാട്ടെ. प्रार्थना के लिए अपना सिर झुकाइए। അവൻ ഒരു വലിയ ആത്മ പകർച്ച അവൻ നൽകാൻ പോകുകയാണ്. बेटा अभिषेक हमारी हमारे ऊपर डालने जा रहा നിന്റെ है। തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. आपका सिर को तेल से मराने वाले ആ परमेश्वर है। അഭിഷേകം ഇന്ന് പകൽക്കാലം എന്നിലേക്ക് ഒന്ന് കവിഞ്ഞൊഴുകുവാൻ വേണ്ടി उस अभिषेक मेरा ऊपर बहने के लिए ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന പ്രിയ സഹോദര സഹോദരി, उपवास करके प्रार्थना करने वाले मेरे प्रियो, ഈ ദിവസങ്ങളിൽ ദൈവസഭയിൽ ശുശ്രൂഷിക്കേണ്ട പ്രിയ സഹോദര, इन दिनों में सेवकाई करने वाले मेरे भाइयों, ആ അഭിഷേകം നിന്നിലേക്ക് ഒന്ന് കവിഞ്ഞൊഴുകുവാൻ വേണ്ടി, उस अभिषेक आपके ऊपर आने के ദൈവമേ लिए എന്നെ നിറയ്ക്കണമെന്ന് പറ. परमेश्वर से कहिए, परमेश्वर मुझे भर दीजिए। നീ നിറഞ്ഞ പാത്രമായിട്ടുള്ള വരേണ്ടത്, हालेलुया, आप उस भरा हुआ बर्तन जैसे नहीं आना है, നീ ഒഴിഞ്ഞ പാത്രമായി അവന്റെ മുമ്പിലേക്ക് വാ. एक खाली बर्तन की तरह उसके सामने അവൻ നിന്നെ आइए। അനുഗ്രഹിക്കാൻ പോകുകയാണ്. परमेश्वर आपको आशीष करेगा। അവൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. वो आपको आशीष करने जा रहा ഒഴിഞ്ഞ है। പാത്രങ്ങളെ എല്ലാം അവൻ നിറയ്ക്കാൻ പോകുകയാണ്. सारे खाली बर्तन को भरने जा रहा है। ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ തന്നെ ഒന്ന് താഴ്ത്തി കൊടുത്താട്ടെ. परमेश्वर के सामने अपने आप को समर्पित ഒരു कीजिए। നിമിഷം സമർപ്പിച്ചാട്ടെ. हालेलुया, समर्पित कीजिए। നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.